യം ശൈവാഃ സമുപാസതേ ശിവൈതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. അന്നോ അക്കൂരിരുട്ടിൽ വെളിവരുളുമവൻ കേളിയാൽ പിന്നെ കാട്ടിൽ കൂട്ടർ കൂടുന്ന മുൻപിൽ തുടരുമവനതാ കോപ്പു ഗോവർദ്ധനത്തിൽ മല്ലാൽ തൻ മാതുലാന്ത്യം അതുവഴി പലതും ചാട്ടി കൂട്ടക്കുറിപ്പാൽ മേവുന്നു കോമളാങ്കൻ കുതിരകളവയൻ കാഞ്ചി കെഞ്ചി പിടിച്ച് മേവുന്നു കോമളാങ്കൻ കുതിരകളവയൻ കാഞ്ചി കെഞ്ചി പിടിച്ച് മദീയ ഹൃദയാകാശേ ചിദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ. ഹരി ഓം ഹരി ഓം ഹരി. എല്ലാവരും കൂടി ഒരുമിച്ച് ജപിച്ചേ പറ്റൂ. എന്തു പറയണു? എന്നാ കണ്ണടച്ച് നിവർന്ന് ശരിക്കിരിക്കൂ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഞാനും കണ്ണടച്ചിട്ടായിരിക്കും, അപ്പൊ നിങ്ങളെ കാണാൻ പറ്റില്ല. ഹരിഹി ഹരിഹി ഓ പോരാ. ഓ കഴിഞ്ഞ കൊല്ലം ഞാൻ പറഞ്ഞതുമാതിരി ഇതിൽ കൂട്ടത്തിൽ ചേർന്ന് ഓംകാരം ജപിക്കാൻ പറ്റാത്തവർക്കൊക്കെ തവളനാവന്മാരെ വരുമെന്നാ പറയുക. ഭാഗവതത്തിന്റെ ഭാഷയാണത്. അപ്പൊ മടിക്കാതെ ജപിക്കൂ. ഓ ഹരി ഓം ജയ. കുരുക്ഷേത്രം ധർമ്മക്ഷേത്രമായപ്പോൾ എന്ന ശീർഷകത്തോടുകൂടി ഭഗവത്ഗീത എന്ന് പറയുന്നത് കുരുക്ഷേത്രത്തിൽ നടന്ന ഒരു യുദ്ധ സന്ദേശമായിരുന്നു. ഞാൻ എപ്പോഴും ഭഗവത്ഗീതയെ പറ്റി പറയാറുള്ളത് അതൊരു ഭരണശാസ്ത്രമാണ്, ഭരണ സന്ദേശമാണ് എന്നാണ്. When expressed in English, it will become, I always hold that Bhagavad Gita is an administrative gospel. It was delivered by an administrator to an administrator for fulfilling the supreme objective of administration. ഉപദേശിച്ചത് ശ്രീകൃഷ്ണനാണ്. അദ്ദേഹം ഒരു ഭരണകർത്താവാണ്. ഉപദേശിച്ചത് ആരോട്? അർജുനൻ. അദ്ദേഹത്തിനോടും അദ്ദേഹവും ഭരണകർത്താവാണ്. ഭരണോദ്ദേശം നിർവഹിക്കാൻ വേണ്ടി ഉപദേശിച്ചതാണ്. അതുകൊണ്ടാണല്ലോ യുദ്ധഭൂമിയായ കുരുക്ഷേത്രത്തിൽ 35 ലക്ഷം സേനാനികൾ അവിടെ അണിനിരന്നിരുന്ന സമയത്ത് ഉപദേശിക്കാൻ കാരണമായത്. അതിൽ പിന്നെയും ആവർത്തിച്ച് പറയണത് തസ്മാത് യുദ്ധസ്വ ഭാരത. അതുകൊണ്ട് അർജുന മടികൂടാതെ യുദ്ധം ചെയ്യൂ. ആ യുദ്ധം ചെയ്യാനുള്ള തടസ്സം മനസ്സിൽ നിന്ന് മാറ്റിയതാണ് ഭഗവത്ഗീത എന്ന് പറയുന്ന ഉപദേശം. മഹാഭാരതത്തിൽ
ഭീഷ്മപർവത്തിലാണ് ഭഗവത്ഗീത വരുന്നതും കുരുക്ഷേത്രം ധർമ്മക്ഷേത്രമായ കഥ വിവരിക്കുന്നത്. ഈ മഹാഭാരതം എന്ത് എന്ന് ആദ്യമായി നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഈ ഭഗവത്ഗീത ഉപദേശിച്ചത് മഹാഭാരതത്തിന്റെ ഒരു ഭാഗമായിട്ടാണത്. അപ്പൊ മഹാഭാരതം എന്താണെന്നൊന്ന് അറിയുന്നത് നന്നായിരിക്കും. രാമായണം മഹാഭാരതം എന്ന് പറയുന്ന രണ്ട് ഇതിഹാസങ്ങളാണ് നമുക്കുള്ളത്. ഈ ഇതിഹാസം എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം ഇങ്ങനെ ആയിരുന്നു പോലും. എന്ത് ഇങ്ങനെയായിരുന്നു? മനുഷ്യപ്രകൃതി, മനുഷ്യജന്മം, മനുഷ്യ വ്യവഹാരങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള ചിന്താവിശേഷങ്ങൾ, കുടുംബജീവിതം, രക്തബന്ധം, വിവാഹബന്ധം, ലോകവ്യവഹാരം, ഇതൊക്കെ ഇങ്ങനെ ആയിരുന്നു. അപ്പൊ മുൻപുണ്ടായിരുന്ന സ്ഥിതിഗതികളെ വേണ്ടതുപോലെ വിവരിച്ച് വരാൻ പോകുന്ന സ്ഥിതിഗതികളെ നയിക്കാനും അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകാനും വേണ്ടി ധർമാർത്ഥ കാമമോക്ഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നൽകുന്നതായ ഒരു മൂല്യ രചനാ സംരംഭമാണ് ഈ ഇതിഹാസം എന്ന് പറയുന്നത്. നമുക്ക് ഒരു ഭാഗത്ത് അപൗരുഷേയമായ അനാദിയായിരിക്കുന്ന വേദങ്ങളുണ്ട്. ആ വേദങ്ങളെ തുടർന്ന് നമുക്ക് സൂത്രങ്ങൾ പലതുമുണ്ട്. മീമാംസാ സൂത്രങ്ങൾ, ജൈമിനി സൂത്രങ്ങളുണ്ട്, ബാദരായണ സൂത്രങ്ങളുണ്ട്. ഒരു സ്റ്റെപ്പ് താഴെ ഇറങ്ങിയാൽ പലവിധത്തിലുള്ള സ്മൃതികളുണ്ട്. അത് കഴിഞ്ഞാൽ ഇതിഹാസമായി. ഇതിഹാസം കഴിഞ്ഞാൽ പിന്നെ പുരാണവും മഹാപുരാണവുമാണ്. ഇതിഹാസത്തിനും പുരാണത്തിനും തമ്മിലുള്ള വ്യത്യാസം, പുരാണത്തിലൊക്കെ ദേവീദേവന്മാരെയും ദേവതകളെയും കുറിച്ചുള്ള വിവരണങ്ങളും ചെയ്തികളുമാണ്. ഇതിഹാസങ്ങളിലാകട്ടെ മനുഷ്യ ചെയ്തികൾക്കും മനുഷ്യജന്മത്തിനും മനുഷ്യ സഹജമായിരിക്കുന്ന കാര്യങ്ങളും ആ വിവരണങ്ങൾക്കും ജീവിത ചരിത്രമാണത്. ചുരുക്കം പറയുകയാണെങ്കിൽ ഇതിഹാസത്തിൽ മുഴുവനും ഒരളവ് വരെ പുരാണത്തിലും നാം കാണുന്നത് മനുഷ്യ മനസ്സിന്റെ ചരിത്രമാണ്. മനസ്സ് എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞതുമാതിരി ഇന്നത്തെ മനസ്സും പണ്ടത്തെ മനസ്സും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ശരീരത്തിനും വ്യത്യാസമില്ല. ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയും രക്തം ഇന്ന് നാം സൂക്ഷിക്കുന്നത് മാതിരി അന്ന് സൂക്ഷിച്ചു പോന്നിരുന്നെങ്കിൽ ആ രക്തം ആർക്കെങ്കിലും നമുക്ക് കുത്തിവെക്കാൻ സാധിക്കുമായിരുന്നു. ബ്ലഡ് ഗ്രൂപ്പിന് യാതൊരു മാറ്റവുമില്ല. അങ്ങനെ ശരീരം പാഞ്ചഭൗതികമായി തുടരുന്നത് പോലെ മനുഷ്യന്റെ മനസ്സും വികാര നിർഭരമായി ഭാവപൂർണമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആ ഭാവങ്ങൾക്കോ വികാരങ്ങൾക്കോ ഏറ്റക്കുറച്ചിലുകൾ ഇക്കണ്ട കാലമായി നമുക്ക് ഇവിടെ ഉണ്ടായിട്ടില്ല. ബുദ്ധിയാകട്ടെ എന്ത് വിഷയത്തെ കൊടുത്താലും കൂലങ്കഷമായി പരിശോധിച്ച് ആലോചിച്ച് ഗുണദോഷ മൂല്യ നിർവചനങ്ങൾ ചെയ്യാൻ ശക്തിയുള്ളതാണ് ബുദ്ധി. ആ ബുദ്ധിക്ക് ബാഹ്യവസ്തുക്കളെ കുറിച്ചും ചിന്തിക്കാൻ പറ്റും. ആന്തരമായിരിക്കുന്ന അതിസൂക്ഷ്മ വിഷയങ്ങളെ കുറിച്ചും ചിന്തിക്കാൻ പറ്റും. ആന്തരമായിരിക്കുന്ന വസ്തുക്കൾ ഏതാണ്? ഒരു ഭാഗത്ത് മനസ്സ്, അതിൽ നിന്ന് ഉദ്ഭൂതം തുടരെ വരുന്നതായ വികാരങ്ങളും ഭാവങ്ങളും. അഹങ്കാരം പിന്നെ ഒരു ഘടകമാണ്. മനസ്സ്, ചിത്തം, ആലോചന നൽകുന്നതായ ബുദ്ധി, ഇതിനെ എല്ലാറ്റിനെയും കുറിച്ച് ആലോചിക്കാൻ ബുദ്ധിക്കും സാധിക്കും. ഈ മനസ്സിന്റെയും ബുദ്ധിയുടെയും അഹങ്കാരത്തിന്റെയും ചരിത്രമാണ് ഇതിഹാസത്തിൽ. ആ ചരിത്രത്തിൽ മനുഷ്യനാണ് മുമ്പിട്ട് നിൽക്കുന്നത്. അങ്ങനെയുള്ള രണ്ട് ഇതിഹാസങ്ങളിൽ ആദ്യത്തെ ഇതിഹാസം നമ്മെ സംബന്ധിച്ചിടത്തോളം ത്രേതായുഗ സംഭവങ്ങളും കഥകളും വിവരിക്കുന്നതായ ശ്രീരാമനെയും ഇക്ഷ്വാകു വംശത്തെയും ദശരഥ വംശത്തെയും ലാക്കാക്കി കേന്ദ്രീയമായി വിവരിക്കുന്ന ഇതിഹാസമാണ് രാമായണം. ആ രാമായണത്തിന്റെ വിശേഷം എന്താ? ആദ്യന്തം അത് സുന്ദരമാണ്. ദശരഥൻ എന്ന് പറയുന്ന ചക്രവർത്തിക്ക് സന്താനങ്ങൾ ഉണ്ടായില്ല. ഒന്നിനു പുറകെ 2 കല്യാണവും കൂടി കഴിച്ചു. 3 പേർക്കും സന്താനം ഉണ്ടായില്ല. കൗസല്യക്ക് ഉണ്ടായിരുന്ന ശാന്തയെ രോമപാതന് അങ്ങനെ ദത്ത് ചെയ്ത് കൊടുത്തു. അങ്ങനെ കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള 2 പത്നിമാരും കൗസല്യയും ഒരു സന്താനം ഉത്പാദിപ്പിക്കാൻ അവർ സക്ഷമരായില്ല. അതുകൊണ്ട് എന്തു വേണം? മനുഷ്യഹസ്തങ്ങളും മനുഷ്യ പ്രയത്നവും. അങ്ങനെ മകളിലെത്തി മുട്ടിക്കഴിഞ്ഞാൽ എന്തു വേണം എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി ഈ ഭൂമി അടക്കം ഗോളങ്ങളെല്ലാം തന്നെ എവിടുന്ന് ഉദ്ഭവിച്ചുവോ ആ കേന്ദ്രത്തെ വളരെ ഉത്കണ്ഠയോടുകൂടി ആശയോടുകൂടി സ്നേഹമസൃണമായി ഉറ്റുനോക്കണം. അങ്ങനെയാണ് അശ്വമേധ യാഗം നടത്തിയത്. ആ യാഗാന്ത്യത്തിൽ പുത്രകാമേഷ്ടി യാഗം നടത്തി. യാഗാഗ്നിയിൽ നിന്ന് വന്ന പ്രസാദമാണ് 3 പത്നിമാർക്കും അദ്ദേഹത്തിന്റെ ദശരഥന്റെ വിവേചനത്തോടുകൂടി അങ്ങോട്ട് കൊടുത്തത്. അപ്പൊ എന്തുണ്ടായി? ഒരു കുട്ടി പോലും 3 ഭാര്യമാരിൽ ഇല്ലാത്ത രാജാവിന് 3 ഭാര്യമാരിലും കൂടി 4 കുട്ടികൾ ഉണ്ടായി. ആ സഹോദരന്മാരാകട്ടെ കണ്ണിമയും കണ്ണും പോലെ പരസ്പര സാഹോദര്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി ത്യാഗപൂർണമായി ഒരാൾ മറ്റൊരാളിൽ അസൂയ തോന്നാതെ അസഹിഷ്ണുത തോന്നാതെ ശ്രീരാമൻ എന്ത് പറഞ്ഞുവോ അത് കേൾക്കാനും അതനുസരിക്കാനും
ശ്രീരാമന്റെ കാലിണകൾ പിന്തുടരാനും വേണ്ടി തയ്യാറായിരുന്നു. ഇത് വളരെ സുന്ദരമായിരിക്കുന്ന ഒരു സാഹോദര്യമാണ്. ഒരാൾ മറ്റൊരാളുടെ മുതൽ ആക്രമിച്ചതില്ല, കണ്ണുവെച്ചതുമില്ല. വേണ്ടി വന്നപ്പോൾ എനിക്കും വേണ്ട എന്ന് പറഞ്ഞേ ഉള്ളൂ. ചിത്രകൂടത്തിൽ ഭരതൻ ശ്രീരാമനെ ക്ഷണിച്ചു കൊണ്ടുവരാൻ വേണ്ടി ചെന്നു. ആ രംഗം എന്റെ മനസ്സിൽ വളരെയധികം മുദ്രണം ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ഭരതൻ ഇല്ലാത്തപ്പോഴാണ് കൈകേയിയുടെ മനസ്സ് ദുഷിച്ചതും മന്ദരം മൂലം. ആ കൈകേയി സിംഹാസനം തട്ടിയെടുത്ത് മകനെ അതിൽ ഇരുത്തണം എന്ന് വിചാരിച്ചു പുറപ്പെട്ടത്. ഈ വർത്തമാനം ഭരതൻ ഇല്ലാത്തപ്പോൾ നടന്നതാണ്. ഭരതൻ വന്ന് വിവരം അറിഞ്ഞതോടുകൂടി അമ്മയെ ശകാരിക്കുന്ന ആ ശകാരം വാൽമീകി എങ്ങനെ എഴുതി നിങ്ങൾക്ക് തോന്നിപ്പോവും. കരിമൂർഖൻ പാമ്പിനേക്കാളും കെട്ടവളാണ് എൻ്റെ അമ്മ എന്ന് വരെ പറയുന്നുണ്ട് ഭരതൻ. ഇങ്ങനെ മാതാവിനെ നിന്ദിക്കാമോ എന്ന് വരെ ചോദിക്കും. ആ വിവരണം കണ്ടാൽ, വാൽമീകി മഹർഷിയുടെ വിവരണം കണ്ടാൽ, അവിടുന്ന് അങ്ങോട്ട് ഞാനില്ലാത്തപ്പോ എനിക്കിരിക്കാൻ വേണ്ടിയ സിംഹാസനം അമ്മ എന്തിനു തട്ടിയെടുത്തു? അമ്മയ്ക്കിരിക്കാനാണെങ്കിൽ എനിക്ക് വിരോധമില്ല, എന്നെ ഇരുത്താനാണല്ലോ ഞാൻ അതിന് ഒരുക്കമില്ല. ജ്യേഷ്ഠനില്ലാത്തത് എനിക്ക് വർജ്യമാണ്. ഞാനിതാ കാട്ടിലേക്ക് പോണു ജ്യേഷ്ഠനെ വിളിച്ചു കൊണ്ടുവരാൻ എന്ന് പറഞ്ഞു പോയി. രണ്ടുപേരും കൂടി സംവാദം നടക്കാൻ പോണു. അച്ഛൻ മരിച്ച വർത്തമാനമെല്ലാം പറഞ്ഞറിയിച്ച ശേഷം ചിത്രകൂടത്തിൽ അവർ രണ്ടുപേരും കൂടി സംവാദം നടത്തുകയാണ്. മന്ത്രിമാരുണ്ട്, നഗര പ്രമുഖന്മാരുണ്ട്, മിലിറ്ററി ഉദ്യോഗസ്ഥന്മാരുണ്ട്. എല്ലാവരും കൂടി ഇതുമായി ചുറ്റുമിരുന്ന് എന്താണ് ഈ സഹോദരന്മാർ സംസാരിക്കാൻ പോണേ എന്നിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ആലോചനാവേളയിൽ എന്തായിരുന്നു ഭരതൻ നിവേദനം നടത്തിയത്? ജ്യേഷ്ഠ, എന്റെ പൊന്നു ചേട്ടാ, എനിക്ക് അങ്ങയോടൊരു കാര്യമേ പറയാനുള്ളൂ. എന്റെ അഭാവത്തിലാണ് എൻ്റെ അമ്മ ഈ നാടകം അഭിനയിച്ചത്. സിംഹാസനത്തിൽ അമ്മ സ്വയം ഇരിക്കാൻ പോകുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. എന്നെ ഇരുത്താൻ ഉദ്ദേശിച്ചിട്ടാണ് ഈ ചെയ്തതെങ്കിൽ ആ ഇരിക്കാൻ പോകുന്ന എൻ്റെ സമ്മതം മുൻകൂട്ടി ആരായത്തത് കൊണ്ട് അമ്മ ചെയ്തതിൽ ഞാൻ ഭാഗഭാക്കല്ല, അത് ഏറ്റെടുക്കാനും ഞാൻ തയ്യാറില്ല. അതുകൊണ്ട് ആ ചേട്ടൻ മടങ്ങി വരണം, സിംഹാസനത്തെ അലങ്കരിക്കണം. അയോധ്യ രാജാവും അയോധ്യ ചക്രവർത്തിയുമായി ഇരിക്കാൻ ജ്യേഷ്ഠനൊഴികെ ആരുമില്ല ആ സിംഹാസനത്തിൽ ചന്തി വയ്ക്കാൻ എന്നിങ്ങനെ പറഞ്ഞു. അല്ല ഇനിയിപ്പോ ജ്യേഷ്ഠൻ പറയുകയാണ്, എന്തോ നടന്നു, നീ തന്നെയാണ് ആ സിംഹാസനത്തിൽ ഇരിക്കേണ്ടവൻ, നീയാണ് എന്ന് പറയുന്ന പക്ഷം തൽക്കാലം ഞാനത് സമ്മതിച്ചാൽ കൂടി എൻ്റെ പൊന്നു ജ്യേഷ്ഠ, ആ സിംഹാസനം ഉടമസ്ഥനായിരിക്കുന്ന ഞാൻ, അങ്ങ് കാണുന്ന ഞാൻ, ആ ഉടമസ്ഥാവകാശത്തെ അങ്ങയുടെ മുൻപിൽ അടിയറ വെച്ച് വന്നിരിക്കൂ എന്ന് പറഞ്ഞു ക്ഷണിക്കുന്നു. രണ്ടു തരത്തിലും അങ്ങക്ക് എന്നെ തിരസ്കരിക്കാൻ പറ്റില്ല എന്നായി ഭരതൻ. അപ്പൊ ശ്രീരാമൻ എന്തു പറഞ്ഞു? എന്റെ പൊന്നു ഭരത, നീ എനിക്ക് ഇഷ്ടപ്പെട്ടവനാണ് എല്ലാ സമയത്തും. ഇപ്പൊ നിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടമായി. ഇങ്ങനെ തന്നെ വേണം അനുജന്മാരും സഹോദരന്മാരും സംസാരിക്കാൻ. പക്ഷേ കാര്യങ്ങൾ അവിടെ കൊണ്ട് നിൽക്കില്ല എന്റെ പൊന്നനുജ. ഗൗരവം വേറെയാണ്, നിന്റെ അമ്മ വേറെയാണ്, എന്നെ പ്രസവിച്ച കൗസല്യം വേറെയാണ്, ഞാൻ സമ്മതിച്ചു. പക്ഷേ നമ്മുടെ അച്ഛൻ ഒന്നേ ഉള്ളൂ. അദ്ദേഹമാകട്ടെ ദിവംഗതനായി കഴിഞ്ഞു, ഇപ്പൊ ഭൂമിയിലില്ല. എന്തെങ്കിലും ഒന്ന് അച്ഛന്റെ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അച്ഛന്റെ ആജ്ഞയും അച്ഛന്റെ ഹിതവും അച്ഛന്റെ ഇംഗിതവും മാത്രമേ ഉള്ളൂ. അതിനനുസരിച്ചാണല്ലോ ചെറിയമ്മ, നിന്റെ അമ്മ എൻ്റെ അടുത്ത് കാട്ടിലേക്ക് വരണമെന്നും സിംഹാസനത്തിൽ ഇരിക്കാൻ നീയാണെന്നും പറഞ്ഞത്. ആ അച്ഛന്റെ വാക്കിനെ മാറ്റാനും മറിക്കാനും നമുക്ക് പറ്റില്ല. പറ്റുമെങ്കിൽ അച്ഛൻ തന്നെ കൂടെ ഇരുന്ന് മാറ്റിയാൽ സംഭവിക്കുമായിരുന്നു. അത് പറ്റാത്തത് കൊണ്ട് ഇനിയുള്ള 14 കൊല്ലക്കാലം അയോധ്യയിലെ സിംഹാസനത്തിന്റെ ആദപത്രം നിന്റെ തലയിലും ദണ്ഡകാരണ്യത്തിന്റെ തരുക്കളും അവിടെയുള്ള വൃക്ഷങ്ങളും തണലുകളും എല്ലാം എന്റെ തലയിലും ഇരിക്കട്ടെ. ഇതിനൊരു മാറ്റം വരുത്താൻ ഇഹലോകത്തിലോ പരലോകത്തിലോ ആരുമില്ല. അതുകൊണ്ട് എന്റെ പൊന്നനുജ, നീ തന്നെ തിരിഞ്ഞു പോകണമെന്നാണ്. ഞാൻ ഈ സംവാദത്തെ കുറിച്ച് പലപ്പോഴും ആലോചിക്കാറുണ്ട്. 2 രാജകുമാരന്മാർ തമ്മിൽ ചിത്രകൂടത്തിൽ നടന്ന സംവാദമാണത്. അന്ന് ടൈപ്പ് റെക്കോർഡർ ഇല്ല, ടെലിവിഷൻ ഇല്ല. ഇന്നാണ് ഈ സർവ്വതും ടെലിവിഷനിൽ പിടിച്ച് ഇന്റർവ്യൂവും അറസ്റ്റും ഒക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ ആളുണ്ട്. അതൊന്നുമില്ല. പക്ഷേ വാൽമീകിയുടെ തൂലിക ഇതെല്ലാം ചിത്രീകരിച്ചതിന്റെ പേരിൽ ഈ അയോധ്യ രാജധാനിയെ കുറിച്ചും സിംഹാസനത്തെ കുറിച്ചും അന്ന് നടന്നതായ ആ സംവാദം ലക്ഷോപലക്ഷം കോടാനുകോടി ജനങ്ങൾക്ക് മൂല്യവും ആദർശവും തത്വവും സിദ്ധാന്തവും ത്യാഗം എന്ന് പറയുന്നതിന്റെ പ്രേരണയുമായി ഇന്നും നിലനിൽക്കുന്നു. ഇതാണ് മഹർഷിമാരുടെ തൂലികയ്ക്കുള്ള വിശേഷം. അവർ എന്ത് എഴുതുന്നുണ്ടെങ്കിലും അത് ശാശ്വതമായിരിക്കുന്ന ഒരു ഫലം, ഒരു സ്വാധീനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാണ് എഴുതുക. നിസ്സാരമായി ആനുകാലിക സാഹിത്യങ്ങൾ രചിക്കുന്നവരല്ല അവർ. ശാശ്വത സാഹിത്യത്തിന് രൂപം നൽകുന്നതാണ്
മഹർഷിമാരുടെ ചിത്തം എക്കാലത്തും അയോധ്യ സിംഹാസനം ഒരു ഭാഗത്ത് ഭരതൻ വേണ്ടെന്നും ശ്രീരാമൻ താൻ അവകാശിയല്ലെന്നും പറഞ്ഞ് അയോധ്യയിലെ സിംഹാസനം ഊഞ്ഞാലാടി നിന്നു ചിത്രകൂടത്തിൽ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കുട്ടികൾ വേണോ? വേണ്ട അല്ലേ? നമുക്ക് പൊത്തി പിടിക്കണ കുട്ടികളെ വേണ്ടൂ അല്ലേ? എന്നെ തട്ടിക്കണം, ചേട്ടൻ അനിയനെ വഞ്ചിക്കണം, അനിയൻ ചേട്ടനെ വഞ്ചിക്കണം. The great and the glorious Ayodhya throne started swinging like a cradle in Chitrakuda. When the two brothers disowned proprietorship over that, they refused to sit over it. നിവൃത്തിയില്ലാതെ രംഗം വഷളായപ്പോ, വളരെ ബുദ്ധിമുട്ടായപ്പോ രാമന് കാര്യം മനസ്സിലായി, ഭരതനും മനസ്സിലായി. അങ്ങനെ മെതിയടിയിൽ കയറി നിന്ന് ആ മെതിയടിയെ കൊടുത്ത് ആ മെതിയടിയെ സിംഹാസനത്തിൽ വെച്ച് തിരിച്ച് അയോധ്യക്ക് പോകില്ല എന്ന് പറഞ്ഞ് നന്ദിഗ്രാമത്തിൽ ഇരുന്നാണ് ഭരതൻ രാജ്യം ഭരിച്ചത്. ആ ത്രേതായുഗത്തിലും ഉണ്ടായി മനുഷ്യന്റെ മനസ്സിൽ അവിഹിതമായിരിക്കുന്ന ക്രമങ്ങളും വിചാരങ്ങളും. അത് അരങ്ങേറിയത് കൈകേയിയുടെ മനസ്സിന്റെ ഉള്ളിലായിരുന്നു. ആ കൈകേയി ചെറിയമ്മയുടെ മനസ്സിൽ അരങ്ങേറിയതായ ദുഷിപ്പ് ആ ചെറിയമ്മയ്ക്ക് തന്നെ ജനിച്ച ഭരതൻ അവിടെ തടയിട്ടു നിർത്തി. അത് വ്യാപിക്കാൻ അനുവദിച്ചില്ല. ത്രേതായുഗത്തിന്റെ ചരിത്രമാണത്. അവിടെ ഞങ്ങൾ ദ്വാപരയുഗം വന്നപ്പോഴോ ഒരു ഭാഗത്ത് ദുര്യോധനാദികൾ, മറുഭാഗത്ത് യുധിഷ്ഠിരാദികൾ, ഇവർ രണ്ടുപേരും കൂടി കലഹിച്ചു തുടങ്ങി. ഭീഷ്മർ രണ്ടുപേരെയും തടുത്തു നിർത്താൻ നോക്കി. ആ തടുത്തു നിർത്താൻ നോക്കിയപ്പോഴും കൂട്ടാക്കാതെ, മുത്തച്ഛൻ നല്ല വാക്ക് പറഞ്ഞു കൊടുത്തപ്പോ കൂട്ടാക്കാതെ പേരക്കിടാങ്ങൾ ദുഷിച്ചതാണ് മഹാഭാരതത്തിലെ ചരിത്രം. രാമായണത്തിലോ അതിസുന്ദരമായ സാഹോദര്യം, മധുരമായിരിക്കുന്ന ത്യാഗസൗന്ദര്യം, ഇതെല്ലാം ചിത്രീകരിക്കുന്നതാണ്. അപ്പൊ വാൽമീകി രചിച്ചിട്ടുള്ള രാമായണം ഒരു കോകിലം, ഒരു കുയിൽ പാടുന്നത് പോലെ നമുക്ക് എപ്പോഴും പാടി മധുരരസം ആസ്വദിക്കാൻ സാധിക്കും. 24,000 ശ്ലോകങ്ങളാണത്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, സമാജം എപ്പോഴും നാം ആവശ്യപ്പെടുന്നത് പോലെയോ പ്രതീക്ഷിക്കുന്നത് പോലെയോ ക്രമത്തോടും അടക്കോടും ചിട്ടയോടും സൗന്ദര്യത്തോടും സൗശീല്യത്തോടും കൂടി ഇരുന്നു എന്ന് വരില്ല. പലതരത്തിലുള്ള തിരിമറികളും വട്ടം തിരിച്ചലും ഉണ്ടാകുന്നതാണ് പ്രകൃതിയുടെ ക്രമം. സമുദ്രത്തിലും കൂടി കൊടുങ്കാറ്റും സൈക്ലോണും ഉണ്ടാവാറില്ലേ? നമ്മളാണോ ഈ കൊടുങ്കാറ്റ് ഉണ്ടാക്കി തീർക്കുന്നത്? ഭൂമികുലുക്കം ഉണ്ടാക്കാറില്ലേ? അപ്പൊ ലോകത്തിന്റെ ക്രമം തന്നെ പരിവർത്തന സ്വരൂപമാണ്. ക്ഷണേ ക്ഷണേയം നവതാമുപൈതി തദേവ രൂപം രമണീയതായ. അനുക്ഷണം പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മാത്രമേ രമണീയത, ആസ്വാദ്യത, സൗന്ദര്യം, സൗകുമാര്യം ഉണ്ടാവുള്ളൂ. ഇരുമ്പൊലയ്ക്ക പോലെ ഇങ്ങനെ ഇരുന്നാൽ അതിനൊരു സൗന്ദര്യവും ഇല്ല. കണ്ണുപോലും കഴയ്ക്കും നോക്കി നിന്നാൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം വന്നുകൊണ്ടിരിക്കണം. ആ മാറ്റം പരിവർത്തന സ്വരൂപമാണ് പ്രകൃതിയുടേത്. അങ്ങനെ ലോകവും സമാജവും പരിവർത്തനപ്പെട്ട് നമ്മൾ ദ്വാപരയുഗത്തിൽ വന്നെത്തി. ആ ദ്വാപരയുഗത്തിൽ മഹാഭാരതത്തിലുള്ള ചിത്രീകരണം എന്താ? ലോകത്തിലുള്ള പൂരിതമായിരിക്കുന്ന അവസരങ്ങളൊക്കെയാണ്. അവിടെ നല്ല സാഹോദര്യം, ഇവിടെയോ പിഴച്ച സാഹോദര്യം. മറ്റു പലരും നമുക്ക് ശത്രുക്കളാകാം, അസഹിഷ്ണുതയുള്ളവരാകാം. സ്വന്തം സഹോദരങ്ങൾ തന്നെ അങ്ങനെ ആയാലോ? അങ്ങനെ ഒരു സ്ഥിതിവിശേഷം വന്നൂടെ? വന്നാൽ എന്ത് ചെയ്യണം? ഒരു മനുഷ്യൻ ഒരു കുടുംബത്തിൽ ജനിക്കുന്നു, ആ കുടുംബാംഗങ്ങളോടുകൂടി പെരുമാറുന്നു. ആ പെരുമാറ്റം കൊണ്ട് ലോകത്തിന്റെയും വൻ സമാജത്തിന്റെയും ഘടന പൂർണ്ണമായി നമുക്ക് കാണാനും കേൾക്കാനും അനുഭവിക്കാനും സാധിക്കില്ല. അപ്പൊ ഓരോ വ്യക്തിക്കും അതാത് കുടുംബങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ വിട്ട് ലോകത്തിന്റെ പ്രകൃതവും ഗതിയും വിഗതികളും എല്ലാം ഇന്നതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് ക്രാന്തദർശികളായിരിക്കുന്ന മഹർഷികളുടെ സ്വഭാവവും ദൗത്യവും. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മഹാഭാരതവും കൂടി രചിച്ചത്. ആ മഹാഭാരതത്തിൽ 1,25,000 ശ്ലോകങ്ങളാണ് രചിച്ചത് വേദവ്യാസര്. ഈ രാമായണം എന്ന് പറയുന്ന ഇതിഹാസം സുന്ദര സാഹോദര്യത്തെ അവതരിപ്പിക്കണു, നമ്മളെ മുൻപിൽ വയ്ക്കണമെങ്കിൽ മഹാഭാരതം എന്ന് പറയുന്നത് ദുഷിച്ചതും അസഹിഷ്ണുത നിർഭരവുമായിരിക്കുന്ന സാഹോദര്യത്തെ ഒരു മനുഷ്യൻ എങ്ങനെ നേരിടണം എന്നുള്ള ചോദ്യമാണ് ഇവിടെ. പ്രതിസന്ധികളും സംഘർഷങ്ങളും അസൂയയും കുശുമ്പും കുനിഷ്ഠും ഇങ്ങനെ പലതും നമ്മുടെ നാല് ഭാഗത്തും ഉണ്ടെങ്കിലും നാം ദുഷിക്കാൻ പാടില്ല. നമുക്ക് ദുഷിപ്പ് വരാതെ, നാം മൂലം സമാജത്തിനും ദുഷിപ്പ് വരാതെ എങ്ങനെ നിലനിൽക്കാൻ സാധിക്കും? അവിടെ പ്രശ്നം സങ്കീർണമാവുന്നു. ആ സങ്കീർണ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ട് മറുപടി പറയുകയാണ് വേദവ്യാസരുടെ മഹാഭാരതം. ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം
വാൽമീകി എഴുതിയത് ഒരു ജീവചരിത്രമാണ്. ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ ജീവചരിത്രമാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അത് എഴുതി ഇങ്ങനെ മുന്നേറിയ സമയത്ത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരവസരത്തിൽ ശ്രീരാമൻ സീതയെ ഉപേക്ഷിച്ച് വാൽമീകി മഹർഷിക്ക് നോക്കേണ്ടി വന്നു. ആ നിമിഷം മുതൽക്ക് ഈ രാമായണത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ കയ്യും. അങ്ങനെ ഗർഭിണിയായിരിക്കുന്ന സീതയെ പരിരക്ഷിച്ച് ലവൻകുശൻ എന്ന് പറയുന്ന 2 സന്താനങ്ങൾ ഉണ്ടായി. ആ 2 സന്താനങ്ങളെയും സീതയെയും കൂട്ടി ശ്രീരാമന്റെ അടുത്ത് രണ്ടാമത് ചേർത്ത് വയ്ക്കാൻ ചെന്നപ്പോ അഗ്നിപ്രവേശം ചെയ്യണം എന്ന് പറഞ്ഞതോടുകൂടിയാണ് ഇനി ഞാൻ ഈ ഭർത്താവിന്റെ കൂടെ ഇരുന്ന അഗ്നിപ്രവേശമേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇനി അഗ്നിയിലല്ല ഭൂമിക്ക് പോയി കളയാന്ന് പറഞ്ഞു പോയത്. അങ്ങനെയാണത് അവസാനിച്ചത്. വേദവ്യാസരുടെ മഹാഭാരതമാകട്ടെ സ്വജീവചരിത്രമാണ്. ഹസ്തിനപുരവും ഇന്ദ്രപ്രസ്ഥവും 2 രാജവംശങ്ങളും അല്ലെങ്കിൽ 2 രാജകേന്ദ്രങ്ങൾ അവതരിപ്പിക്കുന്നതായ മഹാഭാരതത്തിൽ ആദ്യന്തം അദ്ദേഹം വിവരിക്കുന്നത് ഇറ്റ് ഈസ് ദ ഡിക്ലൈൻ ആൻഡ് ഫാൾ ഓഫ് ഹസ്തിനപുര ഡൈനാസ്റ്റി. ഹസ്തിനപുരം എന്ന് പറയുന്നത് എങ്ങനെ നാശമടഞ്ഞു, ആ നാശത്തിന് എന്താണ് കാരണം, ഈ ഹസ്തിനപുരം ഉണ്ടായത് തന്നെ എങ്ങനെയാണ്, ആ രാജവംശം അദ്ദേഹത്തിന്റെ തന്നെ മക്കളുടെ കാര്യമാണ് എഴുതുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? വേദവ്യാസർ എഴുതുന്നത് ആരെ പറ്റിയിട്ടാ? അദ്ദേഹത്തിന്റെ മക്കള്. ആ വ്യാസമഹർഷിക്ക് 4 മക്കളാണ്. ആരൊക്കെയാ മക്കളെന്നറിയോ? ഒരാള് അർത്ഥപുത്രനാണ്. അർത്ഥം എന്ന് പറഞ്ഞാൽ ധനം. ധൃതരാഷ്ട്രൻ, രാഷ്ട്രത്തിനെ പിടിച്ചുകുത്തുന്ന ആള്, വിടാൻ കൂട്ടാക്കണില്ല, കണ്ണോ കാണില്ല, എന്നാൽ ചെവി കൊണ്ടും കൈ കൊണ്ടും പിടിച്ചു പൊത്തണം, എന്തു പറഞ്ഞാലും കൂട്ടാക്കില്ല. അങ്ങനെ ധൃതരാഷ്ട്രനാണ് അദ്ദേഹം. സമ്പത്തിനെ പിടിച്ചു, നിങ്ങളൊക്കെ മിക്കവാറും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഈ പിടിച്ചു പൊത്തുന്ന ആളാണ് ധൃതരാഷ്ട്രൻ. ഇനി ഒരു കാമപുത്രനുണ്ട്, അതാരാ? പാണ്ഡു. കാമം കൊണ്ട് മരണമടഞ്ഞ പാണ്ഡുവാണത്. അപ്പൊ അർത്ഥമായി, കാമമായി. ഇനി ഒരു ധർമ്മപുത്രനുണ്ട്, അതാണ് വിതുരൻ. ആ വിതുരൻ ജനിച്ചതോ ഒരു ശൂദ്ര സ്ത്രീയിലാണ്. കേട്ടോ നിങ്ങള്? ഒരാൾ പെട്ടെന്ന് അവിടുന്ന് ചോദിക്കണ്ടായി, സ്വാമിജി ഒരച്ഛൻ എങ്ങനെയാ 4 തരത്തിലുള്ള മക്കളതാ? നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ അധീനത്തിലുള്ളവരല്ല. നല്ല സന്താനങ്ങൾ ജനിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം, അതിനനുസരിച്ച് ജീവിതം നയിക്കാം, നിയന്ത്രണത്തോടും നിഷ്ഠയോടും സൗമ്യതയോടും സൗശീല്യത്തോടും കൂടി നല്ല സങ്കല്പത്തോടു കൂടി ഇരിക്കാം. അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് നല്ല കുട്ടികൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. നിങ്ങളുടെ പൂർവികരുടെ ചരിത്രം എന്താ? നിങ്ങളുടെ മുത്തച്ഛന്റെ മുത്തച്ഛൻ എങ്ങനെയായിരുന്നു പറയാൻ പറ്റുമോ? പിന്നെ മിണ്ടരുത്. ഞാൻ നന്നായിരിക്കാം, എൻ്റെ അച്ഛനും നന്നായിരിക്കാം, പക്ഷെ അച്ഛൻ്റെയും അച്ഛൻ ഒരു പരമ്പരയുണ്ട്. ആ പരമ്പരയിൽ നിന്നുള്ള ചില തീപ്പൊരികളൊക്കെ നമ്മുടെ സന്താനത്തിൽ പ്രവേശിക്കാതെ നിവൃത്തിയില്ല. അതുകൊണ്ട് ആരും മിണ്ടിപ്പോരുത്. ഇതാ വേദവ്യാസ മഹർഷിക്ക് അർത്ഥപുത്രൻ, കാമപുത്രൻ, ധർമ്മപുത്രൻ, പിന്നെ ഒരാളായ മോക്ഷപുത്രൻ. ആ മോക്ഷപുത്രന്റെ ഭാഗവതമാണ് ഇവിടെ പറയുന്നത് ശുകമഹർഷി. ഇങ്ങനെ 4 പുത്രന്മാര് വേദവ്യാസർക്ക് ഉണ്ടായി എന്ന് വെച്ചാൽ ആ വേദവ്യാസരുടെ പുത്രപരമ്പരയാണോ പൂർണ്ണം, അതോ നല്ല കുട്ടികളെ മാത്രം പെറ്റു വളർത്തുന്ന നിങ്ങൾ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന നിങ്ങളിലെയോ? മനസ്സിലായില്ലേ? ഒരാൾക്ക് മക്കൾ ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവണം? ധർമ്മപുത്രനും വേണം, അർത്ഥപുത്രനും വേണം, കാമപുത്രനും വേണം, മോക്ഷപുത്രനും വേണം. അതിന് കുറെയൊക്കെ ധർമാർത്ഥ കാമപുത്രന്മാർ നിങ്ങൾക്ക് ഉണ്ടാവും. മോക്ഷം എന്നുള്ളതിനെ പറ്റി ചിന്തിക്കേ ഇല്ല. അതാണ് നിങ്ങളുടെ കുഴപ്പം. അങ്ങനെയും വേണമല്ലോ നമുക്ക് പുത്രന്മാര്. ഞങ്ങളെ പോലെയുള്ളവരുണ്ടാവണ്ടേ? എന്താ മിണ്ടാത്തെ? ഈ സദസ്സിൽ എത്ര ആൾ തയ്യാറുണ്ട്? എനിക്കുണ്ടാവുന്ന കുട്ടി, അല്ലെങ്കിൽ എൻ്റെ മകൾക്കുണ്ടാവുന്ന കുട്ടി, മകനുണ്ടാവുന്ന കുട്ടി, സന്യാസിമാരുമായി ഒരു സന്യാസിയാവുമെന്ന് വിചാരിക്കുന്നവര് എത്ര പേരുണ്ട് ഈ സദസ്സില്? ഒന്ന് പറയും. നിങ്ങളുടെ കള്ളത്തരാണത്. അതാണ് ആത്മാർത്ഥതയില്ലായ സന്യാസിമാര്. കാട്ടിൽ വല്ലവർക്കും ജനിച്ചോട്ടെ, അവര് പറയണതൊക്കെ കേൾക്കാൻ ഞങ്ങൾ ഇവിടെ സത്രശാലയിൽ വന്നുകൂടാം. പക്ഷെ എന്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ സന്യാസി ആയിക്കൂടാ. ഈ ഇരട്ടത്താപ്പ് നയമാണ് നിങ്ങളെ നശിപ്പിക്കുന്നത്. നമുക്ക് നല്ല കുട്ടികൾ വേണം. കൃഷ്ണന്റെ രൂപവും ലീലയും ഓർത്തോർത്തു കൃഷ്ണനായി തന്നെ ഭവിക്ക വേണ്ടു. കൃഷ്ണനോട് തോന്നുന്ന സ്നേഹം കൃഷ്ണനായിത്തീരാനും കൃഷ്ണ സമമായിരിക്കുന്ന സന്താനങ്ങൾ ഉണ്ടാവാനും വേണ്ടിയാണ്. അപ്പൊ അതില് യാതൊരു തരത്തിലുള്ളതായ മാറ്റവും കലർപ്പുമൊന്നും ഉണ്ടാവരുത്. അങ്ങനെ വേദവ്യാസർക്ക് ജനിച്ച കുട്ടികൾ ഒരു ഭാഗത്ത് പാണ്ഡുവും ഒരു ഭാഗത്ത് ധൃതരാഷ്ട്രനും. ഇവര് 2 പേരാണ് ഈ ഹസ്തിനപുരത്തിലെ പ്രധാന പാത്രങ്ങൾ. അവരെ വെച്ചുകൊണ്ടാണ് ഈ മഹാഭാരതം എഴുതാൻ തുടങ്ങിയത്. അങ്ങനെ മഹാഭാരതം എഴുതി. 1
അവസാനം ഇവർ രണ്ടുപേരും തമ്മിലുള്ള കലഹവും വഴക്കും ഒന്നും തീർക്കാൻ പറ്റിയില്ല. ഭീഷ്മർ തന്നെ പറഞ്ഞു, നല്ലവരോടല്ലേ പറയുക, എന്തിനാ എന്നോട് പറയണേന്ന് വിചാരിച്ചില്ല. ധർമ്മപുത്രനോട് പറഞ്ഞു, ധർമ്മപുത്ര, നിനക്ക് ഇവിടെ ചേരില്ല, നീ അതുകൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിൽ പോയി പുതിയതായ ഒരു രാജധാനി ഉണ്ടാക്കി നിങ്ങളെല്ലാം കഷ്ടപ്പെട്ട് വളർത്തിക്കോളൂ. ഇവിടെ ആവുമ്പോൾ ആ പഴയ അംശത്തിന്റെ ഒരു കറ കുറച്ചുണ്ടാവും. നീ പുതിയതായിട്ടൊരു രാജധാനിയും നിന്റെ കൈകൊണ്ട് തന്നെ നീ ഉദ്ദേശിക്കുന്നതായ രൂപകൽപ്പന നൽകി അങ്ങനെ ഇങ്ങോട്ട് വളർത്തിക്കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ദ്രപ്രസ്ഥത്തിൽ മരുഭൂമി പോലെ കടന്നിരുന്ന പ്രദേശത്തെ രാജധാനിയാക്കി വളരെ സസ്യശ്യാമള പൂരിതമാക്കിയൊക്കെ കഴിഞ്ഞപ്പോ അവിടെയും ചെന്നെത്തി ദുര്യോധനന്റെ അസൂയ. വല്ല വിധവും ഇവരെ പറഞ്ഞയച്ചാൽ തരിപ്പണമായി പോകുമെന്ന് വിചാരിച്ചപ്പോ അവര് തരിപ്പണമല്ല ആയത്, മറിച്ച് സ്വർണ്ണപ്പണമായതവര്. അപ്പൊ അവരെ ചൂതിന് വിളിച്ച് അവസാനം ചൂതുകളിയൊക്കെ കഴിഞ്ഞ് പലതും കഴിഞ്ഞുല്ലോ. കഴിഞ്ഞ് വനവാസമൊക്കെ കഴിഞ്ഞു, നമുക്കൊന്ന് ഓടിപ്പോവാ. വനവാസം കഴിഞ്ഞ് അവസാനം മഹാഭാരത യുദ്ധം അനിവാര്യമായി തീർന്നു. എവിടെയാണ് ഈ മഹാഭാരത യുദ്ധം തുടങ്ങിയത്? കുരുക്ഷേത്രത്തിൽ. ഈ കുരുക്ഷേത്രത്തിന്റെ മഹത്വം എന്താ? കുരു എന്ന് പറയുന്ന പൂർവജന്റെ പിൻഗാമികളാണ് കുരുവംശത്തിൽപ്പെട്ട എല്ലാവരും. ആ കുരു അവിടെ ദീർഘകാലം തപസ് ചെയ്യേണ്ടായി. അദ്ദേഹത്തിന്റെ തപസ്സിനാൽ പരമപവിത്രമായിരിക്കുന്നതാണ് കുരുക്ഷേത്രം. അതുകൊണ്ട് അതിന് ധർമ്മഭൂമി, ധർമ്മക്ഷേത്രം എന്നൊരു പേര് വന്നു. ആ ധർമ്മക്ഷേത്രത്തിലാണ് കുരുവിന്റെ തന്നെ പരമ്പരയിൽപ്പെട്ട രണ്ടു കൂട്ടര്, 5 ആളടങ്ങുന്ന യുധിഷ്ഠിരന്റെ പാണ്ഡുപുത്രന്മാരും 101 അടങ്ങുന്ന ധൃതരാഷ്ട്രന്റെ കൗരവന്മാരും ദുര്യോധനാദികളും, ഇവർ രണ്ടുപേരും സംഖ്യ കൊണ്ട് ദുര്യോധനന്റെ പക്ഷത്തിൽ എണ്ണം കൂടും, പാണ്ഡവന്മാർക്ക് എണ്ണം കുറയും. പക്ഷെ വണ്ണം എങ്ങനെയാന്നാ നമുക്ക് കണ്ടറിയേണ്ടത്. അറിയാം, ഇവർ രണ്ടുപേരും കൂടി യുദ്ധത്തിന് തയ്യാറായി. 12 കൊല്ലത്തെ വനവാസം, 1 കൊല്ലത്തെ അജ്ഞാതവാസം, ഇത് രണ്ടും കഴിച്ച് പാണ്ഡവന്മാർ ഞങ്ങൾക്ക് ഇരിക്കാനായി 5 ഗ്രാമങ്ങൾ തരൂ എന്ന് പറഞ്ഞു. തരില്ല എന്ന് പറഞ്ഞു. 1 ഗ്രാമം ആയിക്കോട്ടെ, വിരോധമില്ല, 5 വീടാവട്ടെ എന്ന് പറഞ്ഞു. തരില്ല. 1 വീട്ടിൽ 5 മുറിയാവട്ടെ, അതെങ്കിലും തരൂ എന്ന് പറഞ്ഞു ചോദിച്ചപ്പോ സൂചി കുത്താൻ പഴുതുപോലും പാണ്ഡവർക്ക് കൊടുക്കൊല. സൂചി കുത്താനുള്ള പഴി അപ്പടിയോടെ കിട്ടണം, ഒന്നും കൊടുക്കില്ല. ഏത് പൗരനും താമസിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. ജയിലിലിട്ടാൽ പോലും അവരെ പാർപ്പിക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പോകുന്ന സമയത്ത് തൂക്കമെടുക്കും, വരുന്ന സമയത്ത് തൂക്കമെടുക്കും. അവരുടെ തൂക്കം വെയിറ്റ് കുറയരുതെന്ന് നിർബന്ധമുണ്ട്, വ്യവസ്ഥയുണ്ട് ജയിൽ മാനുവലിലെല്ലാം. അങ്ങനെ താമസിക്കാനുള്ള സ്ഥലം കൊടുക്കില്ല എന്ന് പറഞ്ഞ് യുദ്ധം അനിവാര്യമായി. ആ യുദ്ധക്കളത്തിൽ എല്ലാവരും കൂടി വന്നിരിക്കുന്നു. അങ്ങനെ വന്നിരിക്കുന്ന സമയത്താണ് പലതും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നു. ആര്? ധൃതരാഷ്ട്രൻ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ഇതാണ് ഭഗവത്ഗീതയുടെ തുടക്കത്തെ ശ്ലോകം. 700 ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീതയിൽ ധൃതരാഷ്ട്രന്റെ മൊഴി 1:1. അതാണ് ആദ്യം. ധർമ്മക്ഷേത്രം കുരു ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവഃ. ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ സന്നിഹിതരായിരിക്കുന്ന യുദ്ധം ചെയ്യണമെന്ന് വിചാരിച്ചു വന്ന് കൂടിയിട്ടുള്ള മാമകാഃ പാണ്ഡവാശ്ചൈവ. മാമകാഃ എന്റെ കൂട്ടരും, പാണ്ഡവാഃ പാണ്ഡുപുത്രന്മാരും എന്താണ് ചെയ്തത്? കിമകുർവത. യുദ്ധഭൂമിയിൽ വന്ന് നിൽക്കുന്നവർ എന്ത് ചെയ്യും? എന്താ ചെയ്യാ? അവര് കണ്ണടച്ചിരിക്കും, യുദ്ധം ചെയ്യും. അപ്പൊ പിന്നെ എന്തിനാ ധൃതരാഷ്ട്രം ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കണത്? എന്തിനാണത്? ധർമ്മക്ഷേത്രം കുരുക്ഷേത്രം പുക്കുപോരിന്നൊരുങ്ങിയോ എൻ കൂട്ടരും പാണ്ഡവരും എന്തേ ചെയ്തതു സഞ്ജയ, എന്തേ ചെയ്തതു സഞ്ജയ, എന്തേ ചെയ്തതു സഞ്ജയ. എന്താണ് ചെയ്തത് എന്നുള്ള ചോദ്യത്തിന് എന്താ അർത്ഥം? കുരുക്ഷേത്രം സാമാന്യ ക്ഷേത്രമായിരുന്നില്ല, അതൊരു ധർമ്മക്ഷേത്രമാണ്. ധാർമ്മികമായ ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു വൻ പട ഒരുങ്ങിയോ? ആ പട ചെയ്തവരെല്ലാവരും എന്താണ് ആദ്യമായിട്ട് ചെയ്തത് എന്നറിയണം. അപ്പൊ ഇത് വാസ്തവത്തിൽ എല്ലാവരും യുധിഷ്ഠിരൻ എങ്ങാനും യുദ്ധം ഉപേക്ഷിക്കാൻ തീർച്ചയായിട്ടും സന്ധിക്ക് പുറപ്പെട്ടുവോ? എന്താ ഉണ്ടായത് ധർമ്മക്ഷേത്രത്തിന്റെ സ്വാധീനത്താൽ എന്നൊക്കെ ഇങ്ങനെ വിവരണവും വ്യാഖ്യാനവും പറയുന്നവരുണ്ട്. അതൊന്നുമല്ല അതിന്റെ ശരിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എനിക്ക് പറയാനുള്ളത്, മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുൻപ്
വേദവ്യാസരുടെ മകനാണല്ലോ ധൃതരാഷ്ട്രൻ. അദ്ദേഹത്തിനെ വന്ന് കണ്ടു. ജന്മന കുരുടനാണ്. ആ കുരുടനായിരിക്കുന്ന ധൃതരാഷ്ട്രൻ മുമ്പേ ഈ വക സാഹസങ്ങൾ നിർത്താൻ പുറപ്പെടുന്നതായിരുന്നു. ഓരോ തവണയും ദുര്യോധനൻ വന്ന് അച്ഛാ ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ പുറപ്പെടുന്നു എന്ന് പറയുമ്പോൾ ധൃതരാഷ്ട്രം തടുത്തു നിർത്തും. ഇത് അരുത് മോനെ, ഇത് നിനക്കും ബാക്കിയുള്ളവർക്കും ചേർന്നതല്ല. നിങ്ങൾ സാഹോദര്യത്തോടും സൗഹാർദ്ദത്തോടും കൂടി വാഴൂ. അപ്പൊ ദുര്യോധനൻ പറയും അത്രേ, ഗതികേട്, ഞാൻ ഇങ്ങനെ ഒരു അച്ഛന് മകനായിട്ട് ജനിച്ചുല്ലോ, മകന്റെ നന്മയിലും അഭിവൃദ്ധിയിലും അഭിലാഷമില്ലാത്തൊരു അച്ഛന് മകനായല്ലോ, അഭിശപ്തനാണെന്ന് ഞാൻ പറയുമ്പോൾ മനസ്സ് ഉരുകുത്രേ. എന്നാ ഒപ്പിട്ട് തരാന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുക്കുന്നു. ഇങ്ങനെ ചെറുപ്പം മുതൽക്ക് തന്നെ ഇതായിരുന്നു അവിടുത്തെ ചരിത്രം. അങ്ങനെയൊക്കെ നമ്മുടെ ചില ധൃതരാഷ്ട്രന്മാർ ഇവിടെ ഇല്ലേ? എന്താ മിണ്ടാത്തെ? ഉണ്ട് നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ ആ ധൃതരാഷ്ട്ര മനസ്ഥിതി നിങ്ങൾക്കുണ്ട്. അത് പിഴുതെടുത്ത് കളയാനാണ് വേദവ്യാസൻ നോക്കുന്നത്. ഈ ധൃതരാഷ്ട്രയെ ഐതിഹാസിക രൂപത്തിൽ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ച്. അപ്പൊ എന്തായാലും മഹാഭാരത യുദ്ധം നടക്കാൻ പോണു. അതിന്റെ ഭവിഷ്യത്തുകളും ഒരു വളവ് വരെ അങ്ങേക്ക് അറിയാം. സ്വതവേ കുരുടനാണ്, ഒന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഈ മഹാഭാരത യുദ്ധം അങ്ങേക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ ദിവ്യദൃഷ്ടി തരാം എന്ന് പറഞ്ഞു അത്രേ. വേണ്ട വേണ്ട വേണ്ട. ഏത് അച്ഛനാണ് സ്വന്തം മക്കൾ ഒന്നൊന്നായി മരിക്കുന്നത് കാണാനും ആ കണ്ടിട്ടുള്ള വേദന അനുഭവിക്കാനും ഇഷ്ടപ്പെടുക? അതുകൊണ്ട് എനിക്ക് വേണ്ട. എന്നാ ഒരു കാര്യം ചെയ്യാം, സഞ്ജയൻ എന്ന് പറഞ്ഞ ഒരു വിശ്വസ്തനുണ്ടല്ലോ, അദ്ദേഹത്തിന് ഞാൻ ദിവ്യമായ ഒരു ശക്തി കൊടുക്കാം. ആ ശക്തിയുടെ പേരിൽ ഈ സഞ്ജയന് ഈ യുദ്ധഭൂമിയിൽ എങ്ങനെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. അദൃശ്യനായി, ആരും കാണില്ല. അവിടെ തുറന്നു നടക്കുന്ന സംഗതികളും ഒളിഞ്ഞു നടക്കുന്ന സംഗതികളും ഒരുപോലെ മനസ്സിലാക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു ശക്തി അദ്ദേഹത്തിൽ ആവേശിപ്പിച്ച് ഞാൻ പോവാം. സഞ്ജയൻ ഈ കാര്യങ്ങളൊക്കെ കണ്ടു മനസ്സിലാക്കി അങ്ങയെ പറഞ്ഞു ധരിപ്പിക്കട്ടെ. ചെവിക്ക് കോട്ടല്ലല്ലോ, കണ്ണിനല്ലേ കോട്ടമുള്ളൂ. അപ്പൊ കണ്ണുകൊണ്ട് കാണാത്തത് ചെവി കൊണ്ട് നമുക്ക് നിറവേറ്റാം എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു പോയി. അത് പോയ ഉടനെ സഞ്ജയൻ തുടങ്ങി. അപ്പൊ പഴയ കാലത്തിലുള്ള ആൾക്കാർ നല്ലപോലെ ഭംഗിയായി സംസാരിക്കും. ആ സംസാരത്തിന് വളരെ വിശേഷമാണ്. നമ്മുടെ ഈ ആര്യാവർത്തം ഭാരതഭൂമി എന്ന് പറയുന്നത് എത്ര വിശേഷപ്പെട്ടതാണ്. അതിൻ്റെ വൈഭവങ്ങൾ എന്തെല്ലാം, അതിൻ്റെ പഴമ എത്രയുണ്ട്, അതിൽ പ്രസിദ്ധമായിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം നടന്നിട്ടുണ്ട്. ഇവിടുത്തെ പർവ്വതങ്ങൾ ഏതെല്ലാം, ഇവിടുത്തെ പുഴകൾ ഏതെല്ലാം, നദികൾ ഏതെല്ലാം, ആ ഘട്ടങ്ങൾ എന്തൊക്കെ എന്നിങ്ങനെ പലതും വിവരിച്ചു കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് മഹാഭാരത യുദ്ധം കുരുക്ഷേത്രത്തിൽ അങ്ങോട്ട് അരങ്ങേറിയപ്പോ സഞ്ജയൻ വിവരണം അവിടെ നിർത്തി ഓടിച്ചെന്നു കുരുക്ഷേത്രത്തിലേക്ക്. അവിടെ ഞങ്ങളുടെ യുദ്ധം, പൊടിപൊടിച്ച യുദ്ധം. 1, 2, 3, 4, 5, 6, 7, 8, 9 ദിവസവും ആ യുദ്ധത്തിന്റെ ഇടയിൽപ്പെട്ട് നടക്കുന്ന സംഗതികൾ മുഴുവൻ നിരീക്ഷിച്ച് അവിടെ തന്നെ കൂടി സഞ്ജയൻ. 10ാം ദിവസമാണ് ശിഖണ്ഡിയെ മുൻപിൽ നിർത്തി അർജുനൻ പിന്നിൽ നിന്ന് ശരമേ അമ്പെയ്ത് ഭീഷ്മര് താഴത്ത് വീണത് രഥത്തിൽ നിന്ന്. ഇതങ്ങൾ കണ്ടതോടുകൂടി സഞ്ജയന്റെ മനസ്സിന്റെ സമനില തെറ്റിപ്പോയി. എന്താണ് നടന്നത്? ഭീഷ്മർ എവിടെ കിടക്കണു, അർജുനൻ എവിടെ കിടക്കണു? അവർ തമ്മിൽ യാതൊരു വിധത്തിലുള്ള അലോക്യമോ ശത്രുതയോ ഇല്ല. എന്നാലും അവരെ പരസ്പരം യുദ്ധത്തിൽ നേരിട്ടു. അവസാനം അർജുനന്റെ ശരമേറ്റ്, ശിഖണ്ഡിയുടെ ശരമേറ്റ് താഴത്ത് വീണിരിക്കുന്നു. ഈ വർത്തമാനം സഹിക്കാൻ പറ്റിയില്ല. ഉടനെ ഓടിച്ചെന്ന് ധൃതരാഷ്ട്രോട് പറയാൻ, സഞ്ജയോഹം മഹാരാജ നമസ്തേ ഭരതർഷഭ ഹതോ ഭീഷ്മശാന്തനവോ ഭരതാനാം പിതാമഹഃ യസ്യ വീര്യം സമാശ്രിത്യ ദ്യൂതം പുത്രസ്തവാകരോത് സശേദേ നിഹതോ രാജൻ സംഖ്യേ ഭീഷ്മശിഖണ്ഡിനാ. ഞാൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ പറയായിരുന്നു, എനിക്ക് ഈ സംസ്കൃത ശ്ലോകങ്ങൾ ഇങ്ങനെ പറയുമ്പോണ്ടല്ലോ, വാ, എനിക്ക് വേറെ ഒരു സാധനവും വേണ്ട ലോകത്തില്, ഒന്നും വേണ്ട. എത്ര ഭംഗിയായിട്ടാ. അവർ കൺട്രി perhaps is the only country and our tradition is perhaps singular in that it is able to communicate every branch of knowledge in beautiful melodious poetry. കവിതാരൂപത്തിൽ വിജ്ഞാനത്തിന്റെ ഏത് മേഖലയെയും ഭംഗിയായി അവതരിപ്പിക്കാൻ സാധിക്കുന്ന ഒരൊറ്റ ജനത ഭാരതത്തിൻ്റെത് മാത്രമാണ്. ചരിത്രമാണെങ്കിൽ ചരിത്രം, സമ്പത്ത് ശാസ്ത്രമാണെങ്കിൽ സമ്പത്ത് ശാസ്ത്രം, ദാർശനിക ശാസ്ത്രമാണെങ്കിൽ അത്, കണക്കാണെങ്കിൽ അത്, ജ്യോതിഷ ശാസ്ത്രമാണെങ്കിൽ അത്, വൈദ്യമാണെങ്കിൽ അത്, എല്ലാം തന്നെ കവിതയിൽ രചിച്ചിട്ടുള്ളവരാണ്.
ഇങ്ങനെ കവിത രചിച്ചാൽ പറഞ്ഞു പഠിപ്പിക്കാനും കേൾക്കാനും ഗ്രഹിക്കാനും ഓർമ്മ വയ്ക്കാനും ഒക്കെ എളുപ്പമാണ്. അങ്ങനെ എത്ര ഭംഗിയായിട്ടാ പറഞ്ഞിരിക്കുന്നത്. കുരുടനാണല്ലോ, കാണില്ലല്ലോ, അതുകൊണ്ട് അടുത്ത് ചെന്ന് നിന്നാ പറയണ്ടേ, സഞ്ജയോഹം മഹാരാജ, ഞാൻ സഞ്ജയനാണ്, താ വന്നിരിക്കണു മഹാരാജാവേ. നമസ്തേ ഭരതർഷഭ, അങ്ങയ്ക്ക് നമസ്കാരം. അതോ ഭീഷ്മശാന്തനവോ ഭരതാനാം പിതാമഹ, പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും ഒരുപോലെ മുത്തശ്ശനായിരിക്കുന്ന ഭീഷ്മൻ ഇതാ താഴ്ത്തു വീണിരിക്കണു. ഈ ഭീഷ്മൻ എങ്ങനെ താഴാ? യസ്യ വീര്യം സമാശ്രിത്യ ദ്യൂതം പുത്രസ്തവാകരോത്, ആരുടെ വീര്യ പരാക്രമത്തെയും അജയ്യത്വത്തെയും കണക്കിലെടുത്തുകൊണ്ടാണോ അങ്ങയുടെ മകൻ ദുര്യോധനൻ യുധിഷ്ഠിരനെ ചൂതിന് വിളിക്കാൻ ധിക്കാരം കാണിച്ചത്? ആ ചൂതിന് വിളിക്കുന്നതിന്റെ പിന്നിൽ തന്നെ എന്റെ പക്ഷത്തിൽ ഭീഷ്മരുണ്ട്. എന്തു വന്നാലും ആ ഭീഷ്മരെന്നെ ത്യജിച്ചു പോവില്ല. അദ്ദേഹത്തിന്റെ മനസ്സെവിടെയോ ആയിക്കോട്ടെ, ശരീരം എന്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു ധിക്കാരം, ആ ഒരു അതിക്രമിച്ച വിശ്വാസമായിരുന്നു അതിന് കാരണം. സശേദേ നിഹതോ രാജൻ, അങ്ങനെ വീര്യപരാക്രമങ്ങൾക്ക് ആധാരമായിരിക്കുന്ന ഭീഷ്മരിത ഭൂമിയിൽ കിടക്കണു, രഥത്തിലല്ല, താഴത്ത് വീണിരിക്കണു. സംഖ്യേ ഭീഷ്മ ശിഖണ്ഡിന, അദ്ദേഹത്തിന് അമ്പെയ്ത് വീഴ്ത്തിയതോ ആണും പെണ്ണുമല്ലാത്ത, പുരുഷനും സ്ത്രീയുമല്ലാത്ത ശിഖണ്ഡിയുടെ അമ്പേറ്റിട്ടാണ് വീണിരിക്കുന്നത്. ഇതങ്ങോട്ട് പറഞ്ഞു. നിങ്ങൾക്ക് എന്താ തോന്നുക എന്ന് കേട്ടാൽ? ധൃതരാഷ്ട്രന്റെ മനസ്സ് ആളിക്കത്തി. എന്ത് 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 ഭീഷ്മൻ മുത്തശ്ശൻ താഴത്ത് വീണുവെന്നോ? ഞാൻ എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? എന്നിട്ട് അദ്ദേഹം പറഞ്ഞതാണ്, ആർത്തിംപരാമാവിശതി മനഃശംസസി മേഹതം യസ്യ വീര്യം സമാശ്രിത്യ മമ പുത്രോ ബൃഹദ്ബലഃ ന പാണ്ഡവാൻ അഗണയത് കഥം സനിഹതഃ പരൈഃ. ആരുടെ വീര്യപരാക്രമങ്ങളെ ആശ്രയിച്ചാണോ എന്റെ ദുര്യോധനൻ, എന്റെ പുത്രനായിരിക്കുന്ന ദുര്യോധനൻ, ഞാൻ എങ്കേമനാണ്, എനിക്ക് വലിയൊരു ബലമുണ്ട്, വലിയൊരു സംഖ്യയുണ്ട്, ആരെ വേണമെങ്കിലും വെല്ലുവിളിക്കാം എന്നൊക്കെ പറഞ്ഞ് ധിക്കരിച്ചത്? ന പാണ്ഡവാൻ അഗണയത്, പാണ്ഡവന്മാരെ പുല്ലുപോലെ തള്ളി എന്റെ മകൻ. ആ ഭീഷ്മര് താഴത്തു വീണുവെന്നോ? ആർത്തിം പരാം ആവിശതി മനഃശംസസി മേഹതം. അത് കേട്ട ഉടനെ എനിക്ക് കഠിനമായിരിക്കുന്ന ദുഃഖമാണ് എന്റെ മനസ്സിന് തിന്നണത്. എല്ലാം പോയ മാതിരി തോന്നുന്നു, എനിക്കിനി ഒന്നും ബാക്കിയില്ല. പ്രോക്തം പരായണം പ്രാജ്ഞം സ്വധർമ്മനിരതം ശുചിം വേദവേദാംഗ തത്വജ്ഞം കഥം ശംസസി മേഹതം. കേൾക്കുന്നുണ്ടോ നിങ്ങള്? അത് ആ സംസ്കൃതത്തിൽ പറയുമ്പോഴാണ് അതിന്റെ മഹത്വം. പ്രോക്തം പരായണം പ്രാജ്ഞം. ഈ ഭീഷ്മർ അപായപ്പെട്ട ആളല്ല, അദ്ദേഹം വളരെ വലിയ ജ്ഞാനിയാണ്, പരായണനാണ്, പ്രാജ്ഞനാണ്. പ്രോക്തം പരായണം പ്രാജ്ഞം സ്വധർമ്മനിരതം ശുചിം, തന്റെ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നവനാണ്, അകവും പുറവും ഒരുപോലെ പവിത്രനാണ്. വേദവേദാംഗ തത്വജ്ഞം, വേദാംഗങ്ങളായിരിക്കുന്ന ശാസ്ത്രങ്ങൾ ഇത് മുഴുവനും താത്വിക രൂപത്തിൽ അറിയുന്നവനാണ്. ആ ആള് താഴത്ത് വീണു യുദ്ധത്തിൽ എന്നാണോ നീ പറയുന്നത്? സർവാസ്ത്രവിനയോവേദം ശാന്തം ദാന്തം മനസ്വിനം ഹതം ശാന്തനവം ശ്രുത്വാ മന്യേ ശേഷം ഹതം ബലം. എല്ലാ ശാസ്ത്രങ്ങളും സമന്വയിച്ചിരിക്കുന്ന ഒരു സമഗ്ര സമപൂർണമായിരിക്കുന്ന വ്യക്തിത്വമാണ് ഭീഷ്മരുടേത്. അദ്ദേഹം താഴത്തു വീണു, ശത്രുശരമേറ്റ് എന്ന് കേൾക്കുമ്പോ എന്റെ ബാക്കി നിൽക്കുന്ന സർവ്വ സൈന്യവും പോയി എന്ന് ഞാൻ കണക്കാക്കുന്നു. മാത്രമല്ല എന്റെ മനസ്സിൽ ചില സംശയങ്ങൾ വരുന്നുണ്ട്, വളരെയധികം പ്രശ്നം ഉദിക്കുന്നു. എന്താണത്? ധർമാധർമ്മോ ബലവാൻ സംപ്രാപ്ത ഇതി മേ മതിഃ. ലോകത്തിൽ ധർമ്മം എന്ന് പറഞ്ഞാൽ എപ്പോഴും ജയിക്കുന്നതാണ് ധർമ്മം. ആ ധർമ്മത്തിന് ഒരു കാലത്തും നാശമില്ല. ആപത്തിലും സമ്പത്തിലും ഒരുപോലെ മനുഷ്യനെ സന്ധാരണം ചെയ്യുന്നതാണ് ധർമ്മം. അഗ്നി തണുക്കില്ലല്ലോ, സൂര്യകിരണങ്ങൾ തണുക്കില്ലല്ലോ, അതേമാതിരി ധർമ്മത്തിന് പരാജയമില്ല, അത് മാത്രമേ ജയിക്കുള്ളൂ. ഈ ആകർഷണ ശക്തി പോലെ, ഭ്രമണ ശക്തി പോലെ, ഈ ലോകം എന്ന് പറയുന്നത് സ്ഥാനം മാറി പോകാത്തത് പോലെ ധർമ്മത്തിന് ഒരു കാലത്തും പരാജയമില്ല. ധർമ്മത്തിന്റെ മുൻപിൽ എല്ലാവർക്കും വഴി നീങ്ങേണ്ടി വരും, ധർമ്മം വഴിമാറില്ല എന്നാണ് ഇതേവരെ ധരിച്ചു വെച്ചിട്ടുള്ളത്.
ഭീഷ്മര് താഴത്ത് വീണു, ശത്രുശരങ്ങളേറ്റ് എന്ന് കേൾക്കുമ്പോ എനിക്ക് തോന്നുന്നു ധർമാധർമ്മോ ബലവാൻ സംപ്രാപ്ത ഇതിമേ മതി. ആ ധർമ്മത്തിന്റെ ശക്തി പോയി. ഇതുവരെ ധർമ്മം ജയിച്ചിരിക്കാം, ഇന്നിതാ അധർമ്മമാണ് ധർമ്മത്തിന്റെ സ്ഥാനം വഹിച്ചിരിക്കുന്നത്. ധർമ്മത്തിന് ബലം പോയി, അധർമ്മമാണ് കേമം എന്ന് തോന്നിപ്പോണു. എത്ര വൃദ്ധം ഗുരും ഹത്വ രാജ്യമിച്ഛന്തി പാണ്ഡവാഹ. വയസ്സുകൊണ്ട് വയോവൃദ്ധനാണ്, ഗുരുവാണ്, മുത്തശ്ശനാണ്. ആ ആളെ കൊന്നതിന് ശേഷം ഈ പാണ്ഡവന്മാർ രാജ്യം ഭരിക്കണം, സുഖഭോഗങ്ങൾ അനുഭവിക്കണം എന്ന് വിചാരിക്കുന്നുവോ? നിങ്ങൾ കേൾക്കണുണ്ടോ? ഇത് പറയണോ? അതൊക്കെ അറിയണോ? എന്താ ഈ പറയണത്? എത്ര വൃദ്ധം ഗുരും ഹത്വ. ധൃതരാഷ്ട്രൻ മനസ്സിൽ ഉന്നയിക്കുന്ന ചോദ്യങ്ങളാണ്. വൃദ്ധനായിരിക്കുന്ന ഗുരുവെ ഹനിച്ച് കൊന്ന് അവര് രാജ്യം ഭരിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഞാൻ വിചാരിച്ചു പാണ്ഡവന്മാർ ധർമ്മപുത്രരാണ്, ധർമ്മസ്നേഹികളാണ്. സ്വന്തം മുത്തച്ഛന്, ശത്രുതയില്ലാത്ത മുത്തച്ഛനെ കൊന്ന് അവർക്ക് ഈ രാജ്യവും സുഖഭോഗവും വേണം എന്ന് തോന്നിപ്പോയാൽ ഇനി ധർമ്മസ്നേഹികളുടെ വ്യാഖ്യാനവും വിവരണവും എന്തായിരിക്കണം എന്നിങ്ങനെ സഞ്ചരിച്ചു പോണു ഞാൻ. നശാസ്ത്രേണ നശൗര്യേണ തപസാ മേധയാ നച നൃത്യാന പുനസ്ത്യാഗാത് മൃത്യോ കശ്ചിത് വിമുച്യതേ. സഞ്ജയ, അത് മാത്രമല്ല, എനിക്ക് വേറെ ചില ചോദ്യങ്ങൾ വരുന്നുണ്ട് മനസ്സിൽ. നശാസ്ത്രേണ നശൗര്യേണ തപസാ മേധയാ നച. അസ്ത്രം കൊണ്ടോ, ശൗര്യം കൊണ്ടോ, തപസ് കൊണ്ടോ, ബുദ്ധിയുടെ മഹാത്മ്യം കൊണ്ടോ, പ്രഭാവം കൊണ്ടോ, ഇച്ഛാശക്തി കൊണ്ടോ അല്ല, പരമാവധി ത്യാഗം. ഈ ഭീഷ്മർ ത്യാഗമൂർത്തിയാണ്. അച്ഛനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി താൻ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞു, കുട്ടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. തൃപ്തിയില്ലാതെ ഞാൻ ബ്രഹ്മചാരിയായിരുന്നു കൊള്ളാം എന്ന് പറഞ്ഞു ഗംഗാദത്തൻ. അപ്പോഴാണ് ഭീഷ്മ എന്ന ആകാശത്തിൽ നിന്ന് കേട്ടത്. അത്ര വലിയൊരു ത്യാഗമൂർത്തിയാണ്. അങ്ങനെയുള്ള ത്യാഗം കൊണ്ടും കശ്ചിത് ന വിമുച്യതേ. മൃത്യുമുഖത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന് ഒരാൾക്കും തന്നെ രക്ഷിക്കാൻ പറ്റില്ല. തപസാ മേധയാനജ ന ധൃത്യാന പുനസ്ത്യാഗാത് മൃത്യോ കശ്ചിത് വിമുച്യതേ. കാലോ നൂനം മഹാവീര്യഃ സർവലോക ദുരത്യയഃ. ഈ കാലം എന്ന് പറയുന്നത് ദുരത്യമാണ്. അതിനെ ഒരിക്കലും നമുക്ക് അതിക്രമിക്കാനോ കവച്ചു വെക്കാനോ സാധിക്കില്ല. അങ്ങനെയുള്ള കാലം ഈ ലോകത്തിൽ ഉള്ളിടത്തോളം കാലം പണക്കാരനെ പാപ്പരാക്കാനും പാപ്പരനെ പ്രഭുവാക്കാനും എല്ലാ തരത്തിലും സാധിക്കും കാലത്തിന്. അതാണ് എല്ലാറ്റിനും മീതെ. അതിന് മീതെ ഒരു തപപ്രഭാവമില്ല, ഒരു അസ്ത്രശാസ്ത്ര നൈപുണ്യം, കുശലതയില്ല. എല്ലാം അതിന് താഴത്താണെന്ന് എനിക്ക് തോന്നുന്നു. ദാരുണക്ഷത്രധർമ്മോയം ഋഷിഭിഃ സംപ്രദർശിതഃ. ഇങ്ങനെ മുത്തച്ഛനെ, പേരക്കിടാവിനെ കൊണ്ട് അടിപ്പിക്കുക, യുദ്ധം ചെയ്യിപ്പിക്കുക, ഇതൊരു ക്ഷത്രിയ ധർമ്മത്തിനനുസരിച്ചാണല്ലോ ഈ ചെയ്യുന്നത്. ഇങ്ങനെ സ്വന്തം ജനങ്ങൾ പരസ്പരം പോരടിപ്പിക്കുന്നതായ, സ്വന്തം ജനങ്ങളെ കൊണ്ട് പരസ്പരം പോരടിപ്പിക്കുന്നതായ ഒരു യുദ്ധക്രമം ഒരു ക്ഷത്രിയ ധർമ്മം ആവിഷ്കരിച്ചിട്ടുണ്ടല്ലോ. അത് മഹർഷിമാര് പറഞ്ഞതാണ്. എനിക്ക് തോന്നുന്നത് ദാരുണഃ ക്ഷത്രധർമ്മോയം. അത് അതികഠിനമാണ്. അതിന് കരളില്ല, അതിന് ഹൃദയമില്ല, അതിന് മനസ്സില്ല. അങ്ങനെ ദാരുണമാണ് ഈ ഋഷിമാര് കണ്ടുപിടിച്ചത്. എത്ര ശാന്തനവം ഹത്വാ രാജ്യമിച്ഛന്തി പാണ്ഡവാഃ. പാണ്ഡവന്മാർ ശാന്തനുപുത്രനെ കൊന്നതിന് ശേഷം രാജ്യം ഇച്ഛിക്കുന്നുണ്ടല്ലോ. വയം വാ രാജ്യമിച്ഛാമോ ഘാതയിത്വാ മഹാവ്രതം. പാണ്ഡവന്മാരെ മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ, എന്റെ പക്ഷത്തിലുള്ളവരും മുത്തശ്ശനെ പങ്കെടുപ്പിച്ച് കൊല്ലാൻ ഇടവരുത്തി. ഇപ്പോഴും അവർ വിചാരിക്കുന്നത് ജയിക്കണം എന്നാണ്. അപ്പൊ മുത്തച്ഛനെ ആഹുതി ചെയ്തതിന് ശേഷം യുദ്ധത്തിൽ ജയം കൈവരിച്ച് സുഖഭോഗങ്ങൾ അനുഭവിക്കണം എന്നാണല്ലോ അവരുടെയും വിചാരം. പോട്ടെ, ഞാൻ ഈ പറയുന്നത് മുഴുവൻ ശരിയല്ല. ക്ഷത്രധർമ്മേ സ്ഥിതാഃ പാർത്ഥ നാപരാധ്യന്തി പുത്രകാഃ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? അനുബന്ധം മനസ്സിൽ വരുന്ന വിചാരമാണ്. ഇങ്ങനെ പല വിധത്തിലുള്ള സങ്കീർണമായ പ്രശ്നങ്ങൾ മനസ്സുന്നയിക്കുന്നു. ഞാൻ ഈ പറഞ്ഞത് ശരിയല്ല, പാണ്ഡവന്മാരെ കുറ്റം പറയരുത്, അവര് ധർമ്മിഷ്ഠരാണ്, അവരെ നയിക്കുന്നത് ധർമ്മപുത്രനാണ്, കൂട്ടത്തിൽ കൃഷ്ണനുമുണ്ട്, അവർ തെറ്റ് ചെയ്യില്ല, അവർ ക്ഷത്രിയ ധർമ്മം പരിപാലിക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് അവരിൽ അപരാധം ആരോപിക്കുന്നത് ശരിയല്ല. ഏതദാര്യേണ കർത്തവ്യം കൃച്ഛ്രാസ്വാവത്സു സഞ്ജയ. ഇങ്ങനെ തന്നെയാണ് ആര്യന്മാരെ ശ്രേഷ്ഠന്മാരായിരിക്കുന്നത് പ്രവർത്തിക്കേണ്ടത് എന്നും എൻ്റെ മനസ്സിൽ തോന്നുന്നു.
എന്തായാലും എൻ്റെ മനസ്സ് ആളിക്കത്തുകയാണ്. നീ എന്താണ് 10 ദിവസമായിട്ട് 9 ദിവസമായിട്ട് വരാത്തത് എന്ന് വിചാരിച്ച് ഞാൻ ഉത്കണ്ഠയോടുകൂടിയിരുന്നു. ആ കത്തുന്ന മനസ്സിൽ നീ നൽകിയിട്ടുള്ള വർത്തമാനം വിവരണമുണ്ടല്ലോ, അത് നെയ്യൊഴിച്ചതുപോലെ ആയിരിക്കുന്നു എൻ്റെ മനസ്സിൽ. എന്തായാലും അച്ഛനായി പോയില്ലേ, എൻ്റെ മക്കളല്ലേ ദുര്യോധനാദികൾ, എൻ്റെ സഹോദരന്റെ പുത്രന്മാരല്ലേ പാണ്ഡവന്മാർ, മക്കൾക്ക് ജന്മം നൽകിയിട്ടുള്ള ആൾക്കാർ. മക്കളെ പെറ്റ വയറ് മദ്ദളം കൊട്ടി കളിക്ക്. മക്കളെ പെറ്റു കഴിഞ്ഞാൽ മദ്ദളം കൊട്ടി കളിക്കാൻ പറ്റില്ല. അങ്ങനെ മദ്ദളം കൊട്ടണത് കേൾക്കാനും ഞാനൊക്കെ തയ്യാറാണ്. ശോഷ്യാമിതാനി ദുഃഖാനി ദുര്യോധന കൃതാന്യഹം. ഈ ദുര്യോധനൻ എന്റെ ദുഷിച്ച പുത്രൻ വരുത്തി തീർത്ത ആപത്തുകൾ എന്തെല്ലാം ഉണ്ടോ ആ ആപത്തുകൾ മുഴുവൻ ഞാൻ കേൾക്കാം. നടന്നു കഴിഞ്ഞില്ലേ, നടക്കാൻ പോകുന്നില്ലേ, നീ ഞാൻ കേൾക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? മക്കളോടുകൂടി കുട്ടികളോടുകൂടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ചരിത്രം മുഴുവനും കേട്ട് മനസ്സിലാക്കി അതിൽ പങ്കാളിയാവുക എന്നാണ് അർത്ഥം. എനിക്ക് മക്കളുണ്ടായി, അവൻ ശരിയായില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് തിരിയില്ല എന്ന് പറഞ്ഞിരുന്നാൽ നടക്കില്ല. ആ പങ്കാളിത്വം തന്നെയാണ്. അങ്ങനെ നല്ല മക്കളുടെ ചരിത്രത്തിലും കൊല്ലാത്ത മക്കളുടെ ചരിത്രത്തിലും ഒരുപോലെ പങ്കാളിയായി ആ ജീവിതയാത്രയെ വേണ്ടതുപോലെ സഹാനുഭൂതിയോടുകൂടി സമമനസ്ഥിതിയോടുകൂടി സ്വാംശീകരിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു മനഃപ്രഭാവം വളർത്തിയെടുക്കുന്നതും എടുപ്പിക്കുന്നതുമാണ് മനുഷ്യ ചരിത്രം. മനസ്സിലായോ നിങ്ങൾക്ക്? നല്ല മക്കളാണെങ്കിൽ സന്തോഷിക്കാം, പൊല്ലാത്ത മക്കളാണെങ്കിലും ആ കൊല്ലാത്ത മക്കളുടെ ചെയ്തികൾ എങ്ങനെ നോക്കിക്കാണണം, കാണുന്നതിൽ നിന്ന് എങ്ങനെ നമ്മുടെ മനസ്സിനെ ധന്യമാക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനുള്ള ഒരു വഴിയുമുണ്ട്. അവിടെ നമ്മുടെ രാജ്യത്തിലുള്ള സംസ്കാരം അങ്ങനെ വിശേഷപ്പെട്ടതാണ്. ദുര്യോധനൻ ചെയ്തതും ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുമായ അപനീതം സുനീതം യത് തന്മമാചക്ഷ്വ സഞ്ജയ. അവൻ ചെയ്യാൻ പോകുന്ന നല്ല കർമ്മങ്ങളും നല്ലതുണ്ടെങ്കിൽ നല്ലതും കൊല്ലാത്തതുണ്ടെങ്കിലും എല്ലാം തന്നെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ സഞ്ജയൻ വിവരണം തുടങ്ങി. കുറെ അധ്യായങ്ങളുണ്ട്. 14-ാമത്തെ അധ്യായത്തിലാണ് ഭഗവത്ഗീത തുടങ്ങുന്നത്, ഭീഷ്മപർവത്തിൽ. അപ്പൊ കുറെ ചോദ്യോത്തരങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ സഞ്ജയൻ വിവരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ചോദിച്ചത്, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ആരാണ് മുമ്പ് ചെയ്തത് അമ്പ്? എന്തൊക്കെ നടന്നു? ആരോട് എന്തെങ്കിലും സംസാരിച്ചോ? ഈ പാണ്ഡവന്മാർ ഉപായപ്പെട്ടവരല്ലോ, ധർമ്മപുത്രരാണല്ലോ അവര്. ആ ധർമ്മപുത്രന്മാർക്ക് ഈ യുദ്ധത്തിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തിനെ പറ്റി എന്തെങ്കിലും ആലോചന ഉണ്ടായി കാണണം. ഉണ്ടായപ്പോ മനസ്സിന് വിഷമം ഉണ്ടായില്ലേ? ഉണ്ടായപ്പോ ആ വിഷമം എങ്ങനെ തരണം ചെയ്തു? ആ തരണം ചെയ്യാനായി ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ? സങ്കടം പറഞ്ഞോ? ഉണർത്തിച്ചോ? അത് കേട്ടോ? അതിന് മറുപടി കൊടുത്തോ? ആരെങ്കിലും അതിന് നിപുണനായി സമർത്ഥനായിട്ടുണ്ടോ എന്ന് ആലോചിക്കുമ്പോ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ സാന്നിധ്യമുണ്ടല്ലോ. അദ്ദേഹം തേരാളിയായിട്ടല്ലേ നിൽക്കുന്നത് അർജുനന്റെ കൂടെ. അപ്പൊ എന്തെങ്കിലും നടന്നു കാണും. അതുകൊണ്ട് ഇനി യുദ്ധവിവരണം നൽകുന്നതിന് മുൻപ് ആ യുദ്ധഭൂമിയിൽ ഉണ്ടായ ധർമ്മകഥ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി തരൂ. കുരു എന്ന് പറയുന്ന പൂർവജൻ ദീർഘകാലം തപസ് ചെയ്ത് പരമപവിത്രമായിരിക്കുന്ന ഒരു ഭൂമിയിലാണല്ലോ ഇവരെല്ലാവരും വന്ന് കൂടിയിരിക്കുന്നത്. ആ ഭൂമിയിൽ യുദ്ധമിതാ നടക്കാൻ പോണു. ആ യുദ്ധത്തിന് ഞാൻ ദാരുണമാണ് എന്നൊക്കെ പറഞ്ഞ് ചിത്രീകരിച്ചാലും അതിലൊരു ധാർമ്മിക വശം ഉണ്ടാവണം. ആ ധാർമ്മിക വശം മനസ്സിലാക്കിയിട്ട് ഈ പാണ്ഡവന്മാർ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു കാണൂ. അങ്ങനെ ധർമ്മ വിഷയത്തിൽ എന്തെങ്കിലും ചോദ്യമോ ജിജ്ഞാസയോ ഉത്കണ്ഠയോ ഉണ്ടായെങ്കിൽ അവിടെ അതിന് നടന്ന മറുപടി എന്ത് എന്നൊന്ന് വിവരിച്ചു തരാമോ? അത് കേട്ട് കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ മനസ്സിന് സമാധാനമോ കുറച്ചൊരു ബലമോ ഉണ്ടാവുള്ളൂ സഞ്ജയ. ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി ഓരോരുത്തരും നടന്ന കാര്യങ്ങൾ പറയാൻ പോകുന്നുണ്ടല്ലോ, അത് മുഴുവനും കേൾക്കാനുള്ള ഒരു മനസ്സാന്നിധ്യം എനിക്ക് വേണ്ടേ? ഇപ്പൊ ഒക്കെ തകർന്നു പോയി. അപ്പൊ ആ ധർമ്മവൃത്താന്തം കേട്ട് എൻ്റെ മനസ്സിന് ബലവും ശക്തിയും വീര്യവും ഒക്കെ ഉണ്ടാവട്ടെ, സഹനശക്തി. അതുകൊണ്ട് ആ ധർമ്മവൃത്താന്തം ഒന്ന് പറഞ്ഞു തരൂ എന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് അങ്ങനെയാണ് ഭഗവത്ഗീത തുടങ്ങുന്നത്. ആ ഭഗവത്ഗീത എങ്ങനെ തുടങ്ങുന്നു? ഈ ശ്ലോകത്തിന് മറുപടിയായി ആദ്യമായി സഞ്ജയൻ വിവരിക്കുന്നത് എന്താ? ഇപ്പൊ ഇതുവരെ കേട്ടത് കുരുക്ഷേത്രത്തിൽ നടന്ന യുദ്ധവൃത്താന്തമല്ലേ നിങ്ങൾ ഇത്ര നേരം കേട്ടത്? ഇനിയിപ്പോ ആ യുദ്ധവൃത്താന്തത്തോട് ഒപ്പിച്ച് ആ കുരുക്ഷേത്രം ധർമ്മക്ഷേത്രം ധർമ്മസ്വാധീനം ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് സഞ്ജയൻ പറയുന്നത്.
രണ്ട് സേനകളും അവിടെ അണിനിരന്നു. പാണ്ഡവന്മാരുടെ അടുത്ത് 7 അക്ഷൗഹിണിയെ ഉണ്ടായിരുന്നുള്ളൂ. ദുര്യോധന്റെ ഭാഗത്ത് 11 അക്ഷൗഹിണിയുണ്ട്. എണ്ണം കൊണ്ട് വലിപ്പം എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. 11ന്റെ പകുതി എത്രയാ? 7 7ഉം 11ഉം. അപ്പൊ 1.5 ഇരട്ടിയിൽ കൂടുതലുണ്ട്. അങ്ങനെ സംഖ്യ കൊണ്ട് വിപുലമായിരിക്കുന്ന ഒരു സേന, ഭീഷ്മരും ദ്രോണരും നയിക്കുന്നതായ സേന, അവർ അവിടെ വന്ന് നിന്നു. നിന്നത് ധർമ്മക്ഷേത്രത്തിലാണ്, വെറും കുരുക്ഷേത്രത്തിലല്ല. അവിടെ വന്ന ആ സേനയൊക്കെ നിരന്ന് ആ സംഖ്യം പറയാണ്: ദൃഷ്ട്വാതു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. ദൃഷ്ട്വാതു പാണ്ഡവാനീകം, പാണ്ഡവന്മാരുടെ സേനയെ ഒന്ന് നല്ലപോലെ കണ്ണോടിച്ചു നോക്കി. ആര്? ദുര്യോധനൻ. വ്യൂഢം ദുര്യോധനസ്തദ, ഭംഗിയായി വ്യൂഹം ചമച്ചു നിൽക്കുന്നു പാണ്ഡവസേന മുഴുവനും. എന്നിട്ട് അദ്ദേഹം പോയത് ആരുടെ അടുത്താ? ഭീഷ്മരുടെ അടുത്തല്ല. ഭീഷ്മരാണല്ലോ സൈന്യത്തലവൻ. പോയത് ആചാര്യന്റെ അടുക്കില്ല. ആചാര്യമുപസംഗമ്യ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ധർമ്മക്ഷേത്രത്തിലത്തെ മഹിമയാണ് ഇവിടെ പറയുന്നത്. സാധാരണ ഒരു യുദ്ധഭൂമിയാണെങ്കിൽ ഇത് നടന്നിട്ടുണ്ടാവില്ല. ഇപ്പൊ നടക്കാൻ പോണത് നോക്കിക്കോളൂ. ആചാര്യമുപസംഗമ്യ, ആചാര്യന്റെ അടുത്ത് പോയി രാജാ വചനമബ്രവീത്, അങ്ങയുടെ പുത്രൻ പറഞ്ഞു എന്നല്ല പറയണത്. ദുര്യോധനൻ എന്ന് പറയുന്ന മഹാരാജാവ് ആ രാജകീയമായിരിക്കുന്ന പ്രൗഢിയോടുകൂടി ഇതാ ആചാര്യന്റെ അടുത്ത് പോയി സംസാരിക്കുന്നു. ആചാര്യന്റെ അടുത്ത് പോയാൽ എന്താ ചെയ്യാ? ആദ്യമായിട്ട് ഇത് പറയും നിങ്ങള് ഇങ്ങനെ നിൽക്കുക ചെയ്യാൻ. ആദ്യമായിട്ട് പോയാ മുമ്പിടുക, നമസ്കരിക്കുക, അനുഗ്രഹം ചോദിക്കുക. ഇതവിടെയല്ല. അതെ, നോക്കിക്കോളൂ കേട്ടോ. അന്ന് പഴയ കാലത്ത് ആചാര്യനായിരുന്നു, ഇപ്പോഴാ ഞാനാണ് രാജാവ്. അങ്ങനെ രാജധിക്കാരത്തോടു കൂടിയാണ് അവിടെ ചെന്നത്. എന്നിട്ട് പറഞ്ഞതെന്താ? പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമൂ. ആചാര്യ നോക്കൂ, എവിടെ? പാണ്ഡുപുത്രാണാം. ആ പറയുന്ന വാക്കിൽ തന്നെ പാണ്ഡുപുത്രാണാം ആചാര്യ എന്ന് വന്നുപോയി. അങ്ങേ നോക്കുമ്പോ എനിക്ക് തോന്നുന്നത് പാണ്ഡുപുത്രന്മാരുടെ ആചാര്യനാണോ എന്ന്. അപ്പൊ അവരുടെ വലിയ സേനയെ ഒന്ന് നോക്കൂ. വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. ബുദ്ധിശാലിയായിരിക്കുന്ന അങ്ങയുടെ പുത്രനുണ്ടല്ലോ, ദ്രുപദപുത്രൻ, അദ്ദേഹമാണ് അണിനിരത്തിയിരിക്കുന്നത് സേനയെ. അദ്ദേഹത്തിന്റെ ഹസ്തങ്ങളിലാണ് അങ്ങയുടെ മരണം നടക്കാൻ പോണത്. വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. ബുദ്ധിശാലിയായിരിക്കുന്ന അങ്ങയുടെ ശിഷ്യൻ. മനസ്സിലാക്കിക്കോളൂ. പഠിപ്പിക്കുമ്പോ എങ്ങനത്തവരെ പഠിപ്പിക്കണം എന്ന് ആലോചിക്കണം. ഇപ്പൊ പഠിപ്പിച്ച ശിഷ്യൻ എന്താ ചെയ്യാൻ പോണേ? എതിർ സേനയിലാണ് നിന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് അങ്ങയെ കൊല്ലാനുള്ള വ്രതത്തോടുകൂടി. എന്നിട്ടോ അത്ര ശൂരാ മഹേശ്വാസ ഭീമാർജുന സമായുധി യുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥഃ. അവിടെ പല വിധത്തിലുള്ള ശൂരവീരന്മാരുണ്ട്. അവരെല്ലാവരും ഓരോരുത്തരുടെ പേര് പറയുന്നു. പിന്നെ അവിടുന്ന് പറയാണ്: അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധദ്വിജോത്തമ നായകാ മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമിതേ. പിന്നെ അങ്ങയുടെ സൈന്യത്തിൽ, എന്റെ സൈന്യത്തിലും ഉണ്ടല്ലോ സേനത്തലവന്മാര്. അവരെ ഞാൻ പേരിന് വേണ്ടി അങ്ങക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ഭവാൻ ഭീഷ്മശ്ച. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇങ്ങനെയാണോ ആചാര്യരോട് സംസാരിക്കുക? ഭവാൻ അങ്ങ്, പിന്നെ ഭീഷ്മനുണ്ട്, ഇവരൊക്കെ എന്റെയാന്നാ പറയുന്നത്. നോക്കിക്കോളൂ കേട്ടോ, ഞാൻ രാജാവാണ്, പറയുന്നത് കേട്ടേ തീരുള്ളൂ എന്ന് പറയാം. അതൊക്കെ പറഞ്ഞതിന് ശേഷം തന്റെ സേനയിലുള്ള ആൾക്കാരെയും മറ്റുള്ളവരുടെ സേനയിലുള്ളവരെയും എല്ലാം വിവരിച്ചിട്ട് ആ ധർമ്മക്ഷേത്രത്തിന്റെ സ്വാധീനമാണ് ഞാൻ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം. ഭീഷ്മനെ പോലെ ഒരു മഹാശേനാണ്, ഒരു മഹാത്മാവാണ്, അജയ്യനായിരിക്കുന്ന അസ്ത്രശസ്ത്ര കുശലനാണ്, അദ്ദേഹമാണ് രക്ഷിക്കുന്നത് എന്നുണ്ടെങ്കിലും നമ്മുടെ ഈ സേന അപര്യാപ്തമാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? 11 അക്ഷൗഹിണി സേന 7 അക്ഷൗഹിണിയുടെ മുൻപിൽ എതിർഭാഗത്ത് നിൽക്കുന്ന സമയത്ത് 11 അക്ഷൗഹിണിയുടെ പെട്ട ആ രാജാവ് പറയുകയാണ് നമ്മുടെ ഈ സേന അപര്യാപ്തമാണെന്ന് ആചാര്യനെ പറഞ്ഞു ധരിപ്പിക്കുന്നു. പര്യാപ്തം വിധമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. നമ്മുടെ ശാസ്ത്രം എഴുതുന്നതിലുണ്ടല്ലോ വലിയ വലിയ മഹത്വങ്ങളുണ്ട്.
ഭീമാഭിരക്ഷിതം. എന്തിനാ ഈ ഭീമാഭിരക്ഷിതം എന്ന് പറഞ്ഞത്? ഭീമനെ പോലെയുള്ള ഒരാളാണ് രക്ഷിക്കുന്നത്. ഈ ഭീമനാണല്ലോ ദുര്യോധനെ കൊല്ലാൻ പോണത്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ പേടി സ്വപ്നം വരികയാണേ. ഭീമൻ രക്ഷിക്കുന്നതായ ആ സേനയുണ്ടല്ലോ, പാണ്ഡവന്മാരുടെ സേന, അത് പര്യാപ്തമാണ്, വേണ്ടത്ര ബലിഷ്ഠമാണ്, കാര്യം നിർവഹിക്കാൻ വേണ്ടത്ര കൗശലമുണ്ട്. അതുകൊണ്ട് എന്തു വേണം? അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. നമ്മുടെ സൈന്യത്തലവൻ ഭീഷ്മൻ സേനയൊക്കെ വേണ്ടതുപോലെ അങ്ങനെ അണിനിരത്തിയിട്ടുണ്ട്. ആ അണിനിരത്തിയിട്ടുള്ള സേനയെ അവരവർ ഇഷ്ടം പോലെ വേണ്ടതുപോലെ പ്രവർത്തിച്ചോളും. അങ്ങയോട് എനിക്ക് പറയാനുള്ളത് ഒറ്റ ദൗത്യം നിർവഹിച്ചാൽ മതി എന്നാണ്. ഭീഷ്മമേവാഭിരക്ഷന്തു. എന്ത്? ഭീഷ്മനെ നല്ല പോലെ രക്ഷിച്ചോളൂ, അദ്ദേഹം ഉള്ളിടത്തോളം കാലം എനിക്കൊരു കുഴപ്പവും വരില്ല. അങ്ങനെ പറഞ്ഞപ്പോ ആചാര്യന്റെ പ്രഭ പോലും മങ്ങി. മനസ്സിലായില്ലേ? ഒരു ആചാര്യനോട് പോയി നമ്മൾ എന്ത് വേണമെന്ന് ചോദിക്കണോ, അതോ ശിഷ്യൻ ഓർഡർ ചെയ്യോ? ഓർഡർ ചെയ്തു, ഭീഷ്മരെ രക്ഷിച്ചോളൂ എന്ന്. ഇത്രയും കേട്ടപ്പോ സഹിക്കു വയ്യാതെ തൊട്ടടുത്ത് ഭീഷ്മര് നിൽക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹഃ സിംഹനാദം വിനദ്യോച്ചൈഹി ശംഖം ദദ്മൗ പ്രതാപവാൻ. ഓ, ഈ ധിക്കാരിയുടെ ധിക്കാരം നിറഞ്ഞിട്ടുള്ള ഈ സംസാരം നിൽക്കട്ടെ, അത് പറഞ്ഞാൽ കേൾക്കില്ല. ഇന്ന് അവൻ യുദ്ധപ്രിയനുമാണ്, കൊതിക്കുന്നവനാണ്. പെട്ടെന്ന് ഞാനൊരു കാര്യം ചെയ്ത് കളയാന്ന് പറഞ്ഞ് ശംഖ് അടിച്ചിട്ട് ഓ വിളിച്ചു. പിന്നെ നിർത്താണ്ട് പറ്റില്ലല്ലോ. സിംഹനാദം വിനദ്യോച്ചൈഹി, സിംഹനാദം പുറപ്പെടുവിച്ച് ശംഖ് വിളിച്ചു. ആ ശംഖങ്ങൾ വിളിക്കേണ്ട താമസം. ഒരു സേന സൈന്യാധിപന്മാര് തലവന്മാരെന്നൊക്കെ പറഞ്ഞാൽ അതിന് ചില ക്രമങ്ങളുണ്ട്. ആ ക്രമങ്ങൾ വിട്ടു പെരുമാറും. ഇപ്പൊ ഇവിടെ അതുമായിട്ടുള്ള പെരുമാറ്റങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. സന്യാസിമാരുണ്ട്, അവർക്ക് ഇത്തിരി ഒരു സൗകര്യം കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഉന്തി കയറുന്നത് ബാക്കിയുള്ളത്. ഇത്രയൊക്കെ കേട്ടിട്ടും അവർക്കൊരു നിയന്ത്രണമില്ലല്ലോ. ഒരു ആത്മനിയന്ത്രണം വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് ദുര്യോധന്റെ സേനയിൽപ്പെട്ടവർ എന്ത് ചെയ്തു? അതങ്ങൾ കേൾക്കുമ്പോഴേക്കും എല്ലാവരും കൂടി ഭൂ 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 കിട്ടിയതൊക്കെ ലഹള കൂട്ടിയത് ഒറ്റ ശ്ലോകത്തിൽ കഴിച്ചു. സഞ്ജയൻ വിവരണം സശബ്ദ തുമുലോ ഭവത്. അങ്ങനെ വലിയൊരു ശബ്ദമായി തീർന്നു, അത്രേ പറയുന്നുള്ളൂ. നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് എനിക്കൊരു സംശയം തോന്നുന്നു. ഇത്രയുമായി ഇനി അപ്പുറത്തുള്ള ചരിത്രം വിവരിക്കുകയാണ്. ദൃഷ്ടദ്യുമ്നൻ അവിടെ സൈന്യത്തലവനാണ്, ഭീഷ്മർ ഇപ്പുറത്തെ സൈന്യത്തലവനാണ്. ഈ സൈന്യത്തലവൻ ശംഖ് വിളിച്ചാൽ അതിന് പ്രതിധ്വനി ആരാ മുഴക്കേണ്ടത്? ദൃഷ്ടദ്യുമ്നൻ. അങ്ങോട്ട് അതിനുള്ള പ്രാപ്തിയില്ല, മിണ്ടാതിരുന്നു. ഭീഷ്മരുടെ ശംഖിന് പ്രതിധ്വനിയായി മുഴക്കാനുള്ള ശക്തി എനിക്കില്ല. എന്നെ സൈന്യത്തലവനാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഈ വച്ചതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മിണ്ടാതിരുന്നു. അപ്പൊ പിന്നെ ഈ ഭീഷ്മരുടെ ശബ്ദത്തിന് പ്രതിധ്വനിക്ക് ആരാ അവിടെ ഉള്ളത്? കൃഷ്ണൻ അവിടെ പോയിട്ടുണ്ട്. ഞാൻ ആയുധം എടുക്കില്ല, അസ്ത്രശസ്ത്രങ്ങൾ പ്രയോഗിക്കില്ല, അതല്ലാതെ വല്ലതും ഉണ്ടെങ്കിൽ ചെയ്തു കളയാം. കയ്യിൽ ഒരു ശംഖുണ്ട്. അപ്പൊ കൃഷ്ണൻ എന്ത് ചെയ്തു? ഇനി ആലോചിക്കാനൊന്നുമില്ല, ഞാൻ ഉദ്ദേശിച്ച കാര്യം നടന്നു. എനിക്കൊരു അഭിപ്രായം ഉണ്ടായിരുന്നു, യുദ്ധം എന്ന് പറയുന്നത് നമ്മുടെ ഭാഗത്തു നിന്ന് തുടങ്ങി പോകരുതെന്ന്. ഏതായാലും ദുര്യോധനൻ പറഞ്ഞ് ശാസിച്ച് ഭീഷ്മരെ കൊണ്ട് ശംഖ് വിളിപ്പിച്ചുല്ലോ, കാര്യം കുശാലായി എന്ന് തീരുമാനിച്ചു. ഇനി അത് പറയാനൊന്നും അവിടെ സമയമില്ല. പെട്ടെന്ന് എന്ത് ചെയ്തു? പാഞ്ചജന്യം ഹൃഷീകേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദദ്മൗ മഹാശംഖം ഭീമകർമാ മൃഗോദരഃ. ആ സൈന്യത്തലവനൊന്നുമല്ല അവിടെ വിളിച്ചത്. ആദ്യമായിട്ട് ശ്രീകൃഷ്ണൻ പാഞ്ചജന്യം എടുത്തൂരി. അർജുനാണ് പിന്നെ ദേവദത്തം എന്ന് പറയുന്ന ശംഖൂതിയത്. ഭീമനും അവിടെ നിങ്ങളുടെ നകുലനും സഹദേവനും അങ്ങനെ എല്ലാവരും ക്രമത്തോടും ചിട്ടയോടും കൂടി അവരുടെ കയ്യിലുള്ള വാദ്യങ്ങളെല്ലാം ഘോഷിച്ചു. ശബ്ദം അങ്ങനെ വലുതായി. അവസാനം സഞ്ജയൻ പറയാണ്, സഘോഷോധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യധാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമുലോ വ്യനുനാദയൻ. ആ ശബ്ദത്തിനെ കുറിച്ച് സഞ്ജയന്റെ വിവരണമാണത്. എന്താണത്? സഘോഷോ, ആ യുദ്ധഘോഷം, ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യധാരയത്.
ധാർത്തരാഷ്ട്രന്റെ പക്ഷത്തിലുള്ള എല്ലാവരുടെയും ഹൃദയത്തിൽ ചെവിയിലൂടെ കടന്നു ചെന്ന് ഹൃദയത്തിനെ ഭേദിച്ചു, പിളർന്നു. ആ പിളർക്കാനുള്ള ശക്തി എവിടുന്നാ ഉണ്ടായത്? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ. ആ ധർമ്മക്ഷേത്രത്തിന്റെ കുരുവിന്റെ ആ മഹിമയാണ് അവിടെ കണ്ടത്. എണ്ണം കൊണ്ട് വളരെ ചുരുക്കം. അവിടെ നടന്നതെന്താ? കൃഷ്ണനാണ് ശംഖ് വിളിച്ചത്. ഈ കൃഷ്ണൻ ശംഖ് വിളിക്കാൻ ആരുമല്ല. പക്ഷെ അദ്ദേഹമാണത് ഞാൻ ഏറ്റെടുത്തു, ഇതെന്റെ ചുമതല എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ വിളിച്ചപ്പോ അത് ആകാശവും ഭൂമിയുമെല്ലാം വ്യാപിച്ചു മുഴങ്ങിക്കൊണ്ട് ധൃതരാഷ്ട്രപക്ഷത്തിലുള്ള എല്ലാവരുടെയും ഹൃദയം പിളർന്നു. കഥ അവിടെ അവസാനിപ്പിച്ചു. ഇനിയോ അവിടെ നിങ്ങൾ എന്താ നടക്കാൻ പോണത്? അസ്ത്രം ശസ്ത്രം വിസർജനം അങ്ങോട്ട് തുടങ്ങണം. അതുവരെ ആയിക്കഴിഞ്ഞു. ആ സമയത്ത് അർജുനന്റെ മനസ്സിലാണ് ഒരു ഇളക്കമുണ്ടായത്. അഹവ്യവസ്ഥിതാൻ ദൃഷ്ട്വാ പാർത്ഥാർത്തരാഷ്ട്രാൻ കവിധ്വജഃ പ്രവൃത്തേ ശസ്ത്രസംവാദേ ധനുരുദ്യമ്യ പാണ്ഡവഃ ഋഷീകേശം തദാ വാക്യം ഇദമാഹ മഹീപതേ. മഹാരാജാവേ, ഇത്രയും ആയിക്കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞിട്ടും അർജുനന്റെ മനസ്സിൽ തോന്നിയത് വേറൊരു കാര്യം. അദ്ദേഹം എന്താ തോന്നിയത്? പ്രവൃത്തേ ശസ്ത്രസംവാദേ. ശസ്ത്രവിസർജനം എന്താ തുടങ്ങാറായി കഴിഞ്ഞു. തുടങ്ങി തന്നെ പറയാം. ആ സമയത്ത് കയ്യിലുള്ള വില്ല് പൊക്കിപ്പിടിച്ചു. ഞാനും വില്ലാളി വീരനാണ്. എന്റെ കയ്യിൽ ഗാണ്ഡീവമുണ്ട്. ആ ഗാണ്ഡീവം പൊക്കിപ്പിടിച്ച് സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേച്യുത. ഹേ അച്യുത, രണ്ട് സേനകളുടെയും മധ്യത്തിൽ എന്റെ തേര് തെളിച്ചു കൊണ്ടുപോയി നിർത്തൂ എന്നൊരു ആജ്ഞയാണ് കൊടുത്തത്. വില്ല് പൊക്കിപ്പിടിച്ച്. ആ വില്ല് പൊക്കിപ്പിടിച്ച് പറയുമ്പോ ഞാൻ രഥിയാണ്, കൃഷ്ണ അങ്ങ് തേരാളിയാണ്. തേരാളിയോട് ആജ്ഞ നൽകാനുള്ള അവകാശവും അധികാരവും രഥിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങയോട് പറയുന്നു, രണ്ട് സേനകളെയും മധ്യത്തിൽ കൊണ്ടുപോയി എന്റെ തേരിനെ നിർത്തൂ. എന്തിനു വേണ്ടിയിട്ട്? യാവദേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാൻ അവസ്ഥിതാൻ കൈർമയാ സഹയോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ. പലരും ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. എല്ലാവരെയും ഞാനൊന്ന് നോക്കിക്കാണട്ടെ. എല്ലാവരോടും കൂടി പൊരുതേണ്ട ആവശ്യം എനിക്കില്ല. എനിക്ക് പൊരുതാനുള്ളവരാരല്ല, എന്നോട് പൊരുതുന്നവരാരല്ല, അതൊന്ന് മുൻകൂട്ടി നോക്കി കാണട്ടെ. അത് കണ്ടിട്ട് വേണം അവിടുന്ന് അങ്ങോട്ടുള്ള കാര്യം നിശ്ചയിക്കാൻ. അത് കാണാൻ വേണ്ടി കൊണ്ടുപോയി നിർത്തും. നമ്മൾ ഒരടി വെച്ചാൽ ഭഗവാൻ രണ്ടടി വെക്കുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല തോന്നുന്നു. നിങ്ങൾ വെക്കണില്ല. നമ്മൾ ഒരടി വെച്ചാൽ ഭഗവാൻ രണ്ടടി നമ്മുടെ അടുക്കിലേക്ക് വരും. ആരും നമ്മുടെ ഹൃദയം തുറന്ന് ഭഗവാനെ വിളിക്കണില്ല. പൂജാമുറിയൊക്കെ ഭംഗിയായി കെട്ടി ഒരു പടം വെച്ച് കാലത്ത് ഇത്തിരി നിവേദ്യവും പൂജയും കഴിഞ്ഞ് വാതിലടച്ചാൽ പിന്നെ ഇവിടെ നിങ്ങളുള്ള സമയമൊക്കെ എന്നെ ഉപദ്രവിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ നടക്കുന്നവരാ പലരും. ഹൃദയം അങ്ങോട്ട് തുറന്നു കൊടുക്കണില്ല. ഹൃദയം തുറന്നു വരൂ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്ക് പറഞ്ഞാൽ രണ്ടാമത്തെ വാക്കിന് ഉള്ളിലെത്തിക്കളി. പക്ഷെ അത് പറയാനുള്ള മനസ്ഥിതിയില്ല. ഹൃദയത്തിലൊക്കെ മക്കളും കുട്ടികളും എങ്ങനെയാ ഭഗവാനെ വിളിച്ചിരുത്തുക? അത് ബുദ്ധിമുട്ടുള്ള കാര്യ. ഒരടി വെച്ചാൽ ഭഗവാൻ രണ്ടടി വെക്കും. അപ്പൊ കൃഷ്ണൻ എന്ത് ചെയ്തു? ഓക്കെ, അങ്ങനെ ആയിക്കളയാം. ഏവമുക്തോ ഹൃഷീകേശോ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർ മധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. തെളിച്ചു കൊണ്ടുപോയി. എന്നിട്ട് എവിടെയാ കൊണ്ടുപോയി നിർത്തിയത്? രണ്ട് സേനകൾക്കും മധ്യത്തിൽ കൊണ്ടുപോയി നിർത്തു. ആ സേനയെ നല്ലപോലെ ഞാൻ നോക്കി കണ്ട് ബലാബലം നിശ്ചയിക്കട്ടെ എന്നല്ലേ പറഞ്ഞത്? അവിടുന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ കൃഷ്ണൻ നിശ്ചയിക്കേണ്ടതാണല്ലോ. അവിടെ കൊണ്ടുപോയി ഭീഷ്മദ്രോണ പ്രമുഖത. കേട്ടോ നിങ്ങള്? ഭീഷ്മ ദ്രോണ പ്രമുഖത. ഭീഷ്മരുടെയും ദ്രോണരുടെയും മുമ്പിൽ കൊണ്ടുപോയി നിർത്തി. സർവേഷാം ച മഹീക്ഷിത. പിന്നെ കേമന്മാരായിട്ടുള്ളവരൊക്കെ അവിടെ അടുത്ത് നിൽക്കുന്നുണ്ട്, ശ്രേഷ്ഠന്മാര്. എന്നിട്ട് അർജുനോട് പറയാണ്, ഉവാച പാർത്ഥ പശ്യൈതാൻ സമവേദാൻ കുരൂനിധി. നിരന്നു നിൽക്കുന്നതായ കുരു സേനയുണ്ടല്ലോ, അതിനെ നല്ലപോലെ നോക്കിക്കണ്ടോളൂ. ഒറ്റ വാക്ക് ഭീഷ്മരുടെയും ദ്രോണരുടെയും. അർജുനൻ പറഞ്ഞില്ലേ സേനയെ നോക്കി കാണണമെന്ന്? സേനയെ മുഴുവൻ നോക്കി കാണണ്ട, സേന തലവനെ കണ്ടാൽ മതി. ഇതാ ഭീഷ്മര്, നിന്റെ മുത്തച്ഛൻ ചെറുപ്പകാലം മുതൽക്ക് മടിയിലിരുത്തി ചോറ് തന്നിട്ടുള്ള ആള്. ഇപ്പോഴും നിന്നോട് യാതൊരു വിധത്തിലുള്ള ശത്രുതയുമില്ല. അങ്ങനെ ആജീവനാന്ത സ്നേഹബദ്ധനായിരിക്കുന്ന പിതാമഹൻ
അജയ്യൻ, പ്രാജ്ഞൻ, വേദവേദാംഗ തത്വജ്ഞൻ, അങ്ങനെ ഒരാളാണ് നയിക്കുന്നത്. അദ്ദേഹത്തിനെ അമ്പെയ്ത് നേരിട്ടതിന് ശേഷം തോൽപ്പിച്ചോ താഴത്തിട്ടിട്ടോ മാത്രമേ നിനക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റുള്ളൂ. അതിനുള്ള ശക്തി നിനക്കുണ്ടോ? ഇത് വെറും അസ്ത്രശസ്ത്ര നൈപുണ്യം കൊണ്ട് സമ്പാദിക്കേണ്ടതാണോ? അതോ ഇതിൽ അസാമാന്യമായി അസാധാരണമായി അതിന് കവിഞ്ഞിട്ടുള്ള അലൗകികമായിരിക്കുന്ന ഒരു ആത്മീയ ബലവും കൂടി വേണോ? ഈ യുദ്ധം ശരീരബലം കൊണ്ടോ അസ്ത്രബലം കൊണ്ടോ നടത്താൻ പറ്റുമോ? ഇത് ഇത്ര നാളും നീ ആലോചിച്ചില്ല, മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും ആലോചിക്കണം എന്നൊക്കെ മനസ്സിൽ കണ്ടിട്ടാവണം കൊണ്ടു നിർത്തിയത്. കഴിഞ്ഞു കാര്യങ്ങള്. അർജുനൻ കണ്ടു, ഭീഷ്മരുണ്ട്, ദ്രോണരുണ്ട്, കൃപാചാര്യരുണ്ട്, സ്വജനങ്ങളുണ്ട്. ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി. ഇത്ര നാളും ഞാൻ യുദ്ധം ചെയ്തത് ശത്രുക്കളോടാണ്. അനവധി യുദ്ധം ചെയ്ത് ജയിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ കാണുന്നത് ശത്രുക്കളല്ല, സ്വജനങ്ങളാണ്. ഈ സ്വജനങ്ങളെ മുഴുവൻ കണ്ടതിന് ശേഷം സമയമില്ല. ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ, എല്ലാവരും ഇവിടെ യുദ്ധം ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഈ യുദ്ധത്തിൽ എന്താ നടക്കുക? ഒന്നിലോ കൊല്ലും, അല്ലെങ്കിലോ കൊല്ലപ്പെടും. വേറെ എന്തെങ്കിലും യുദ്ധഭൂമിയിൽ നടക്കുമോ? എന്താ ഉണ്ടാകുന്നത്? ഒന്നിലോ കൊല്ലും, അല്ലെങ്കിലോ കൊല്ലപ്പെടും. അതിന് മാത്രം വേണ്ടി ഭരിക്കാൻ വേണ്ടി വന്നിട്ടുള്ളവരാണ്. അവസാനം 5ഓ 10ഓ മിച്ചം വന്നാലേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു യുദ്ധഭൂമിയിൽ ഈ സ്വജനങ്ങളെല്ലാം വന്ന് നിൽക്കുന്നുണ്ടല്ലോ. ഇവരെ കണ്ട ഉടനെ എന്നോട് സമ്മതം ചോദിക്കാതെ സീതന്തി മമ ഗാത്രാണി, എന്റെ നാടിഞരമ്പുകളെല്ലാം തളരുന്നു. മുഖം ച പരിശുഷ്യതി, ഉമിനീരില്ലാതെ വായ വരണ്ടു പോണു. വേപതുഷ്ട ശരീരമേ രോമഹർഷശ്ച ജായതേ, ശരീരമാസകലം വിറയ്ക്കുന്നു, രോമാഞ്ചമാണ് സർവത്ര. ഗാണ്ഡീവം സംസദേ ഹസ്താത്, എന്നെ ധീരനാക്കി നിർത്തുന്ന ഈ ഗാണ്ഡീവം അത് പ്രയോഗിക്കാനാണല്ലോ ഞാൻ നിൽക്കുന്നത്. ആ ഗാണ്ഡീവം കയ്യിൽ നിന്ന് വഴുതി വീണു. അർജുന, നിനക്ക് എന്ത് പറ്റി? നിന്റെ പിടുത്തത്തിന്റെ മൂർഖം എവിടെ പോയി? ഇങ്ങനെ തളർന്നുകിട്ട് വീഴുക. തളർച്ച ഉള്ളുന്നാ വരണത്, പുറത്തുനിന്നല്ല. ഒരാൾ നിന്റെ കൈ പിടിച്ച് തുറന്നിട്ടില്ല, മനസ്സിൽ നിന്നാണ് ഈ തളർച്ച വരണത്. ഗാണ്ഡീവം സംസദേ ഹസ്താത് ത്വച്ചൈവ പരിദഹ്യതേ, ശരീരമാസകലം, തൊലി ആസകലം ചുട്ടുനീറുകയാണ്. നച ശക്നോമ്യവസ്ഥാതും, എനിക്ക് നിൽക്കാൻ തന്നെ വയ്യ. ഭ്രമതീവച മേ മനഃ, മനസ്സാകെ വട്ടം തിരിയണു. ബുദ്ധിയോ നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ, ഞാൻ ആലോചിച്ചു നോക്കുമ്പോ ഒക്കെ ദുശ്ശകുനങ്ങളാണ് കാണുന്നത്. ഇടത്തെ കണ്ണ് തുടിക്കുന്നു, ഇടത്തെ കയ്യിൽ തുടിപ്പുണ്ട്, പല വിധത്തിലുള്ള ദുർലക്ഷണങ്ങൾ കാണൂ. എന്നൊരു ബുദ്ധി പറയുന്നു. നച ശ്രേയോനു പശ്യാമി ഹത്വാ സ്വജനമാഹവേ, ഈ യുദ്ധത്തിൽ സ്വജനങ്ങളെ കൊന്ന അർജുന, നിനക്ക് ഒരു ശ്രേയസ്സും ഒരു നന്മയും ഒരു അഭിവൃദ്ധിയും ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് എന്താ? നകാംക്ഷേ വിജയം കൃഷ്ണ നച രാജ്യം സുഖാനിജ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? അർജുനെ പോലെ ആവണുണ്ടോ നിങ്ങളുടെ മനസ്സ്? ഇല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്ന കാര്യം, നകാംക്ഷേ വിജയം കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, എനിക്ക് വിജയം വേണ്ട. നച രാജ്യം സുഖാനിജ, എനിക്ക് രാജ്യം, നഷ്ടപ്പെട്ട രാജ്യം തിരിച്ചു വേണ്ട. സുഖഭോഗങ്ങളും വേണ്ട. കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈ ജീവിതേന വാ, രാജ്യം തിരിച്ചു കിട്ടിയിട്ട് എന്താ കാര്യം? കിം ഭോഗൈർ ജീവിതേന വാ, സുഖഭോഗങ്ങൾ കിട്ടിയിട്ട് എന്താ കാര്യം? ജീവിതം കൊണ്ട് എന്താ കാര്യം? യേഷാമർത്ഥേ കാംക്ഷിതം നോ രാജ്യം ഭോഗാ സുഖാനി ച തൈമേവ സ്ഥിതാ യുദ്ധേ പ്രാണാം സ്ത്യക്ത്വാ ധനാനി ച. ആർക്ക് വേണ്ടിയിട്ടാണോ രാജ്യം തിരിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഒരു രാജാവ് രാജ്യം തിരിച്ചെടുക്കാൻ നോക്കണത് ആ രാജാവിന് തന്നെ സുഖം അനുഭവിക്കാന് അല്ല, വേണ്ടപ്പെട്ടവരോട് കൂടിയൊക്കെ കുടുംബാംഗങ്ങളൊക്കെ നശിച്ചു പോയിട്ട് സമ്പത്തുണ്ടായിട്ട് എന്താ കാര്യം? അപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണോ രാജ്യം തിരിച്ചു കിട്ടണം, സുഖഭോഗ സമൃദ്ധി ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നത്, അവരെല്ലാം ഇതാ പ്രാണൻ കൈവടിഞ്ഞ് മുമ്പിൽ അണിനിരക്കുകയാണ്. അങ്ങനെ വന്നാൽ ഈ യുദ്ധം ഞാൻ എങ്ങനെ ചെയ്യും? അത് ആരൊക്കെ പെടും? ആചാര്യ പിതര പുത്രാഃ തഥൈവ ച പിതാമഹാഃ മാതുലാ ശ്വശുരാഃ പൗത്രാഃ
ശ്യാല സംബന്ധിനസ്തഥാ. ഈ പറഞ്ഞ കൂട്ടരൊക്കെ അതിൽപ്പെടും. ആചാര്യന്മാരുണ്ട്. ഏതാന്നഹന്തുമിച്ഛാമി, ഞാൻ ഇവരെ കൊല്ലാൻ ഇഷ്ടപ്പെടുന്നില്ല. ഘ്നതോപി മധുസൂദന, അവരെന്നെ കൊന്നാലും എനിക്ക് മരിക്കേണ്ടി വന്നാലും. അവിത്രൈലോക്യരാജ്യസ്യ ഹേതോ, 3 ലോകത്തിന്റെ ആധിപത്യം തരാമെന്ന് പറഞ്ഞാലും അതിനെ ഉന്നം വെച്ചുകൊണ്ടും ഞാൻ ഇതിന് തയ്യാറില്ല. കിംനു മഹീകൃതേ, ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി പിന്നെ എങ്ങനെ യുദ്ധം ചെയ്യണം? ഇങ്ങനെ അർജുനൻ ഈ യുദ്ധത്തിൽ മരിക്കും. മരിച്ചവരെല്ലാവരും നരകത്തിൽ പോവും. നരകത്തിൽ നിന്ന് പിതൃതർപ്പണം ചെയ്യാൻ ആളുണ്ടാവില്ല. അവരെല്ലാവരും താഴ്ത്തു വരും. നമ്മുടെ എതിരാളികൾ ഇങ്ങനെയുള്ള ദോഷങ്ങൾ കാണുന്നില്ലെങ്കിലും ദോഷം നോക്കിക്കാണുന്ന നാം എന്തുകൊണ്ട് ഇങ്ങനെ ഈ സാഹസത്തിന് പുറപ്പെടണം എന്നൊക്കെ പലതും പറയുന്നുണ്ട്. ഞാൻ അതൊന്നും പറയണില്ല. അവസാനം അർജുനൻ കൺക്ലൂഡ് ചെയ്യണത്, ഉപസംഹരിക്കുന്നത് ഇങ്ങനെയാണ്: അഹോബതമഹത്പാപം കർത്തും വ്യവസിതാവയം യദ് രാജ്യസുഖലോഭേന ഹന്തും സ്വജനമുദ്യതാ. ഇതാണ് അർജുനന്റെ നിലപാട്. അഹോബതമഹത്പാപം കർത്തും. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കൊടും പാപം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ് നാം. നാം എന്ന് പറയുമ്പോൾ ആരൊക്കെ പെട്ടു? കൃഷ്ണനും പെട്ടില്ലേ? കൃഷ്ണ അങ്ങ് തേര് തെളിച്ച് കൊണ്ടു നിർത്തിയിട്ടുണ്ടല്ലോ. ഈ യുദ്ധം കൊടും പാപമാണ്. ആ കൊടും പാപം ചെയ്യാനുള്ള പുറപ്പാടാണ് നമ്മുടെ. അഹോബതമഹത്പാപം കർത്തും വ്യവസിതാവയം. ഈ കൊടും പാപം ചെയ്യാനായി നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്താ? യദ് രാജ്യസുഖലോഭേന, രാജ്യത്തിലും സുഖത്തിലുമുള്ള ലോഭം, അത്യാർത്ഥിയാണ് അതിന് കാരണം. അതുകൊണ്ട് ഞാൻ എന്ത് തീരുമാനിച്ചു? യതിമാമപ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയഃ ധാർത്തരാഷ്ട്രരണേ ഖന്യുഃ തന്മേ ക്ഷേമതരം ഭവേത്. അവരിങ്ങോട്ട് അടിച്ചാൽ തിരിച്ചടിക്കാതെ, എന്നിൽ നിന്നൊരു ശസ്ത്രപ്രയോഗമില്ലാതെ ഒതുങ്ങി ഞാൻ നിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ സമയത്ത് ധാർത്തരാഷ്ട്രന്മാർ എന്നെ അമ്പെയ്ത് തോറ്റു, അല്ലെ അമ്പെയ്ത് കൊന്നു എന്നുണ്ടെങ്കിലും അതായിരിക്കും എനിക്ക് ക്ഷേമം. ഇത്രയും പറഞ്ഞിട്ട് ഏവമുക്ത്വാർജുനഃസംഘേ രഥോപസ്ഥ വിസൃജ്യ സശരം ചാപം ശോകസംവിഘ്നമാനസഃ. ഇത്രയും പറഞ്ഞ് ദുഃഖം ആ ദുഃഖം കത്തിക്കുന്ന മനസ്സോടുകൂടി ദുഃഖമഗ്നനായി അമ്പും വില്ലും താഴത്ത് വെച്ച് അർജുനൻ അവിടെ ഇരുന്നു. ഈ വർത്തമാനം പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ദുര്യോധനൻ ചെയ്ത ചെയ്തികളെ ചുരുക്കം വാക്കുകൾ കൊണ്ട് വിവരിച്ചതിന് ശേഷം മറുഭാഗത്ത് പാണ്ഡവന്മാരുടെ പക്ഷത്തിൽ എന്ത് നടന്നു? ആ യുദ്ധത്തിൽ അവർ കൊതിച്ചു യുദ്ധം ചെയ്തതല്ല, രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്തതല്ല, സുഖഭോഗങ്ങളെ ആശിച്ചുകൊണ്ട് ചെയ്തതല്ല. അവരുടെ മനസ്സിൽ വലിയൊരു പ്രശ്നമായിരുന്നു അത്. അർജുനൻ വൈകാരികമായി, ബുദ്ധിപരമായി, ആലോചനാരൂപത്തിലും എല്ലാ തരത്തിലും വിഷണ്ണനായി, സമ്മതം കിട്ടാതെ വല്ലാതെ വിഷണ്ണനായി, ശോകസംവിഘ്നനായി ഇരുന്നു. തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിതം വാക്യം ഉവാച മധുസൂദനഃ. അവിടെ നിങ്ങളാണ് ആ ധർമ്മക്ഷേത്രത്തിലെ സംവാദം തുടങ്ങുന്നത്. ഇപ്പൊ പറഞ്ഞതൊക്കെ ധാർമ്മികമായിട്ടുള്ള പ്രേരണ കൊണ്ടാണല്ലോ. അപ്പൊ കുരുക്ഷേത്രം ധർമ്മക്ഷേത്രമായതുകൊണ്ടാണ് ഈ സംഭവം അവിടെ നടന്നത്. നമ്മൾ പലപ്പോഴും വിചാരിക്കും ഒരു പുണ്യഭൂമിയിൽ അപുണ്യമായിട്ടൊരു പ്രവൃത്തി നടക്കാമോ? അങ്ങനെയില്ല. പുണ്യത്തിന്റെ ഗൂഢസ്വരൂപം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. യുധിഷ്ഠിരന്റെ യാജസൂയ യാഗത്തിൽ വെച്ചാണ് ശിശുപാല വധം നടന്നത്. വിശ്വാമിത്രൻ യാഗം ചെയ്യാൻ പുറപ്പെട്ടപ്പോ രാവണൻ മാരീചനെയും സുബാഹുവിനെയും മറിച്ച് അത് മുടക്കാൻ പുറപ്പെട്ടു. അപ്പൊ വിശ്വാമിത്രൻ ആദ്യമായി അയോധ്യയിൽ ചെന്ന് ദശരഥനോട് രാമനെയും ലക്ഷ്മണനെയും അയക്കാൻ പറഞ്ഞു. അയച്ച് മാരീചനെയും സുബാഹുവിനെയും ഒതുക്കിയതിന് ശേഷമാണ് യാഗനിർവഹണം നടന്നത്. ഇപ്പൊ ഈ സത്രശാലയിൽ ശാന്തിപ്രദമായി, ആനന്ദപ്രദമായി, ഭക്തി നിർഭരമായി തത്വപ്രവചന പരമ്പര നടന്നുകൊണ്ടിരിക്കുന്നു. അതോടനുബന്ധിച്ച ചില ഭക്തി പരിവേഷങ്ങളും ഇവിടെ ഉണ്ട്. ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു വിഘ്നം വന്നാൽ ആ വിഘ്നത്തെ നേരിടാനായി പോലീസുകാർ വരേണ്ടതും എന്തു വേണമെങ്കിൽ ചെയ്യേണ്ടതുമായി വരുമോ? വരില്ലേ? എന്താ മിണ്ടാത്തെ? അത് അപുണ്യമാണെന്ന് നമുക്ക് വിചാരിക്കാൻ പാടുണ്ടോ? വരരുത്. സാധാരണ മനുഷ്യ മനസ്സ് വിചാരിക്കും അത് ശരിയല്ല എന്ന്. അങ്ങനെയില്ല. ലോകത്തെ സമഗ്രമായി ഈ ലോകത്തിൽ നല്ലവരും ചീത്തയും ഒരുപോലെയുള്ളവരാണ്. അതിൽ ചീത്ത മനുഷ്യരോട് നിങ്ങൾ പൊയ്ക്കളയോ എന്ന് പറയാൻ പറ്റില്ല. ദേവാസുര യുദ്ധം നടന്ന സമയത്ത്
അസുരന്മാരെ ഏതാണ്ട് വിരലെണ്ണാവുന്നവരെ ബാക്കി വന്നുള്ളൂ. ആ വന്ന സമയത്ത് നാരദൻ ഓടി വന്ന് പറഞ്ഞു, നിങ്ങളുടെ ഉദ്ദേശം നടന്നു, യുദ്ധം നിർത്തൂ. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അസുരന്മാര് നാമാവശേഷം അവരുടെ കുറെ നിന്നോട്ടെ അല്ലേ? എന്താ നിങ്ങൾ മിണ്ടാത്തെ? ശാസ്ത്രം പറഞ്ഞു മനസ്സിലാക്കുന്നതാണ്. അപ്പൊ എല്ലാവരെയും തീരെ നശിപ്പിക്കാൻ ഒരർഹതയും നമുക്കില്ല. Everyone has a right to exist in this world, whether he is mischievous, immoral or otherwise. As moralists are, so can and will be the immoralists. ഉടനെ കൃഷ്ണൻ അത് കേട്ടിട്ട് എന്ത് ചെയ്തു? കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന. അർജുന, 12-13 കൊല്ലക്കാലം ഈ മഹാഭാരത യുദ്ധം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നവനാണ് നീ. അങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതായ ഈ മഹാഭാരത യുദ്ധം നിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടപ്പോ കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം, ഈ ദുർഘട നിമിഷത്തിൽ എന്തുകൊണ്ടാണ് നിനക്ക് ഈ കശ്മലം വരുന്നത്, ഹൃദയ ദൗർബല്യം വരുന്നത്? അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന, ഇത് ആര്യന്മാര് സമ്മതിക്കാത്തതാണ്, സ്വർഗത്തിലേക്ക് നയിക്കുന്നതല്ല, അകീർത്തികരമാണ്, കീർത്തിയെയും കെടുത്തുന്നതാണ്. ക്ലൈബ്യം ആസ്മഗമഃ പാർത്ഥ നൈതത്വൈ ഉപപദ്യതേ. ഈ ക്ലീബത, നപുംസകത്വം ഒരിക്കലും നിനക്ക് ഭൂഷണമല്ല. നൈതത്വൈ ഉപപദ്യതേ. ഒരു പക്ഷേ നകുലനോ സഹദേവനോ ഇത് പിടിപെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കാമായിരുന്നു. നിന്നെപ്പോലെ വില്ലാളി വീരനും ശ്രേഷ്ഠനും ഗാണ്ഡീവധാരിയുമായിരിക്കുന്ന ഒരുതൻ ഒരിക്കലും ഇങ്ങനെയുള്ള ദുർബലതയ്ക്ക് വിധേയനാവരുത്. അതുകൊണ്ട് ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരന്തപ. നിനക്ക് സംഭവിച്ചിട്ടുള്ളത് ദയവല്ല, കാരുണ്യമല്ല, തെറ്റിദ്ധാരണ കൊണ്ടും ദുർബലത കൊണ്ടും വന്നിട്ടുള്ളതാണെന്ന് വിചാരിച്ച് ഹൃദയ ദൗർബല്യമാണെന്ന് മനസ്സിലാക്കി ഇതിനെ തള്ളിക്കളഞ്ഞ് നീ ഒനീക്ക്. അതങ്ങോട്ട് കേട്ടതോടുകൂടി അർജുനന്റെ പ്രകൃതം മാറി. സജ്ജന സംസർഗത്തിന്റെ വിശേഷമാണ്. ഒരാൾ കരയുമ്പോ നിങ്ങളും കൂടെ കരയും. ആ ആളുടെ കണ്ണീര് ഒന്നും കൂടി വർദ്ധിക്കുകയുള്ളൂ. കരയുന്ന ആളെ സമാധാനിപ്പിക്കാനുള്ള ഒരു വാക്ക് നൽകാൻ അച്ഛന്റെ കയ്യിലുമില്ല, അമ്മയുടെ കയ്യിലുമില്ല, സാധാരണ അധ്യാപകന്മാരുടെ കയ്യിലുമില്ല. കരയുന്ന ആൾക്ക് ആവശ്യം കരച്ചിലല്ല, കരഞ്ഞവന്റെ കൂടെ കരയുന്നവൻ. വീണ ആളുടെ കൂടെ വീണ ആളെ രക്ഷിക്കാൻ പറ്റുമോ? മുങ്ങുന്നവന്റെ കൂടെ മുങ്ങിയാലോ? ഒരാൾ മുങ്ങി നമുക്ക് എല്ലാവർക്കും പോയി കൂടെ മുങ്ങുക. അപ്പൊ കരയുന്നവനെ എങ്ങനെ അഡ്രസ് ചെയ്യണം, എങ്ങനെ അഭിസംബോധന ചെയ്യണം? ചിരിച്ചുകൊണ്ട് മനസ്സമാധാനത്തോടു കൂടി വേണം അവർക്ക് സമാധാനം പറഞ്ഞു കൊടുക്കാൻ. അപ്പോഴേ കാര്യം നടക്കുള്ളൂ. ഇത്രയും അങ്ങോട്ട് കേട്ടപ്പോ അർജുനന് പെട്ടെന്നൊരു മാറ്റം വന്നു. അദ്ദേഹം പറയുകയാണ്, ഇനി സ്വജനങ്ങളെന്നോ ദയവെന്നോ ഒരു വാക്കുമിണ്ടില്ല. എന്റെ മനസ്സിൽ ധാർമ്മികമായിരിക്കുന്ന ചോദ്യങ്ങളാണ് അവശേഷിക്കുന്നത്. ആ ചോദ്യങ്ങളെ ഭംഗിയായി പറഞ്ഞു ധരിപ്പിക്കുന്നു. കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന. ഈ ഭീഷ്മർ ദ്രോണർ എന്ന് പറയുന്നത് പൂജാർഹന്മാരാണ്, ആരാധനയ്ക്ക് യോഗ്യന്മാരാണ്. കണ്ടമാത്രയിൽ ഞാൻ കാലിൽ വീണ് നമസ്കരിക്കണം, അവരുടെ ആശീർവാദം മേടിക്കണം. ആ പൂജാർഹന്മാരായിരിക്കുന്ന അവരെ കൂർത്തുമൂർത്ത ശരമേറ്റ് അവരെ എങ്ങനെയാണ് ഞാൻ നേരിടുക? ഇതിൽ എന്താണ് അർത്ഥം? ഒരിക്കലും സാധിക്കില്ലല്ലോ. ഭീഷ്മദ്രോണാദികളെ യുദ്ധം ചെയ്ത് ഭീഷ്മദ്രോണാദികൾ യുദ്ധം ചെയ്യാതെ ഇതിന്റെ ഉള്ളിൽ പ്രവേശിക്കാൻ എനിക്ക് സാധിക്കില്ല. അവരെ കൊല്ലുകയാണെങ്കിലോ അത് വളരെ തെറ്റാണ്. എന്റെ അഭിപ്രായത്തിൽ ഗുരുനഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹലോകേ ഹത്വാർത്ഥകാമാംസ്തു ഗുരൂനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ. അവരെ കൊന്നിട്ടാണ് ഈ യുദ്ധം നാം ജയിച്ചതെങ്കിൽ നാം അനുഭവിക്കുന്ന സുഖഭോഗങ്ങൾ മുഴുവൻ അവരുടെ രക്തത്തിൽ പുരണ്ടതായിരിക്കും. അവരുടെ രക്തത്തിൽ പുരണ്ട അർത്ഥകാമങ്ങൾ മാത്രം പ്രദാനം ചെയ്യുന്ന ഈ യുദ്ധജയം നമുക്ക് എന്തിന്? ഇതിൽ ധർമ്മവും ഉണ്ടാവില്ല, മോക്ഷവും ഉണ്ടാവില്ല. അതുകൊണ്ട് എനിക്കിതൊന്നും വേണ്ടേ 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 എന്ന് പറഞ്ഞ് അദ്ദേഹം പറയാണ്. കാർപ്പണ്യദോഷോപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാ.
എൻ്റെ മനസ്സിലൊരു ഇടുക്കം. അങ്ങ് പറയുന്നു ഹൃദയ ദൗർബല്യമാണെന്ന്, എനിക്ക് തോന്നുന്നു ദയവാണെന്ന്, എനിക്ക് തോന്നുന്നു ധർമ്മമാണെന്ന്. അപ്പൊ ഞാൻ അറിയാത്തതായ ഒരു ഘടകം എനിക്ക് അന്വേഷിച്ച് പിടിക്കാനുണ്ട്. എൻ്റെ മനസ്സാണെങ്കിൽ അതിനെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് കാർപ്പണ്യം, ഇടുക്കം 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 എന്ന് പറയുന്ന ദോഷം പിടിപെട്ട് കാര്യങ്ങൾ വേണ്ടതുപോലെ വീക്ഷിക്കാനും ഗ്രഹിക്കാനും സാധിക്കാതെ വല്ലാതെ വിഷമിച്ച് നട്ടം തിരിഞ്ഞിരിക്കുന്ന ഞാൻ കാർപ്പണ്യദോഷോ വഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാ. ധർമ്മം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ വ്യാമോഹത്തിന് വിധേയനായി ഞാൻ അങ്ങയോടിതാ ചോദിക്കുന്നു. എന്താ ചോദിക്കുന്നത്? നിശ്ചിതം ബ്രൂഹി തന്മേ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? യുദ്ധഭൂമിയിൽ വന്ന അർജുനൻ ചോദിക്കുകയാണ്, എനിക്ക് എങ്ങനെയായാൽ ശ്രേയസ്സുണ്ടാകും, എനിക്ക് എങ്ങനെയായാൽ യുദ്ധത്തിൽ ജയിക്കാം എന്നല്ല പറയുന്നത്, ശത്രുക്കളെ തോൽപ്പിക്കുന്നത് എങ്ങനെ എന്നുള്ളതല്ല ചോദ്യം. ആ യുദ്ധഭൂമിയിലിരുന്ന് ഒരു തപോധനന്റെയോ തപോധാമത്തിലോ ചെന്ന്, തപോധനന്റെ അടുക്കലോ തപോധാമത്തിലോ ചെന്ന് ഒരു ശിഷ്യൻ ചോദിക്കുന്ന ചോദ്യമാണ് അർജുനൻ യുദ്ധഭൂമിയിൽ നിന്ന് ചോദിക്കുന്നത്. ഇതിനെന്താണ് കാരണം? അത് വെറും യുദ്ധഭൂമിയായിരുന്നില്ല. അത് ഗുരു എന്ന് പറയുന്ന ആൾ വളരെ കാലം തപസ് ചെയ്ത് പവിത്രമായിരിക്കുന്ന യാഗയജ്ഞങ്ങൾ നടന്ന് അതിനൊരു പവിത്രമായ സ്വാധീനമുണ്ട്. ഈ സത്രശാല അതേപോലെ ഒരു പവിത്ര സ്വാധീനം വളർത്തിക്കൊണ്ടുവരികയാണ്. ഇതിനെ ചൊല്ലി 4 ഭാഗത്തും ഈ പവിത്ര സ്വാധീനവും ഈ അനുഗ്രഹവും ഈ പാർലിക്കാടും മുണ്ടത്തിക്കോട് പഞ്ചായത്തുമെല്ലാം എത്ര മംഗളപൂരിതമാവുന്നു ഈ സത്രശാലയാൽ, ഈ തത്വപ്രവചന പരമ്പരയാൽ, ഈ ശ്രീമദ് ഭാഗവത തത്വ സമീക്ഷാ സത്രത്താൽ എന്ന് നിങ്ങളൊന്ന് വിഭാവനം ചെയ്താൽ എനിക്ക് സന്തോഷമുണ്ട്. ഒരു പുണ്യകർമ്മത്തിന്റെ സ്വാധീനം ക്ഷണികമല്ല, ദീർഘകാലികമാണ്, ശാശ്വതമാണ്. എന്നോ ഒരു ദിവസം കുരു എന്ന് പറയുന്ന പൂർവജൻ ദീർഘകാലം തപസ് ചെയ്തു. ആ തപസ്സിന്റെ പരിണിത ഫലമായി ആ വംശത്തിൽ തന്നെ പെട്ട പാണ്ഡവന്മാരും കൗരവന്മാരും ഭാരതത്തിലുള്ള എല്ലാ സേനകളെയും പങ്കെടുപ്പിച്ച് 18 അക്ഷൗഹിണി സേന, 35 ലക്ഷം സേനയാണ് അവിടെ അണിനിരന്നിരിക്കുന്നത്. ആ അണിനിരന്ന സേനയുടെ ഉള്ളിൽ നടക്കുന്ന ധാർമ്മിക സംവാദമാണ്. ഈ യുദ്ധം ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ല, എനിക്ക് വേണ്ടത് യുദ്ധമല്ല, നേരെ മറിച്ച് ശ്രേയസ്സാണ്, മോക്ഷമാണ്, നിത്യസുഖമാണ്, ആത്മീയതയാണ്. ഞാനിവിടെ ആശ കൊണ്ടും ദുരാശ കൊണ്ടും യുദ്ധം ചെയ്യാൻ വന്നതല്ല, എനിക്കൊട്ട് വേണ്ടേനും. അപ്പൊ എനിക്ക് ഇത് കൂടാതെ ഒരു നേട്ടം അങ്ങ് പ്രദാനം ചെയ്യാൻ ഉറപ്പുണ്ടെങ്കിൽ, തീരുമാനമുണ്ടെങ്കിൽ മാത്രമേ വേണ്ടൂ. കാർപ്പണ്യദോഷോ വഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാ. നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. ഞാൻ അങ്ങയുടെ അളിയനല്ല. ഐ എം നോ മോർ യുവർ ബ്രദർ ഇൻ ലോ. ഐ എം നോ മോർ എ കിങ്. On the other hand, I am a simple seeking, beseeching disciple of yours. അങ്ങയുടെ ഒരു ശിഷ്യനാണ്. എനിക്ക് നല്ലത് ഉപദേശിച്ചു തരൂ. പടയാളിയാണെന്ന് വിചാരിക്കരുത്, വില്ലാളി വീരനാണെന്ന് വിചാരിക്കരുത്, ഒരു ശിഷ്യനാണ്. ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞേക്കാം കൃഷ്ണ, ഞാൻ ഉദ്ദേശിക്കുന്ന ശ്രേയസ് അതിന് വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ ഒരുക്കമില്ല. നഹി പ്രപശ്യാമി മമാപനുദ്യാത് യക്ഷോകമുച്ഛോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമാവസപത്നവൃദ്ധം രാജ്യം സുരാണാമപി ചാധിപത്യം. വല്ലവിധവും അർജുന നീ യുദ്ധം ചെയ്തു കഴിഞ്ഞ് അതിന് ജയിച്ചു എന്നുണ്ടെങ്കിൽ നിനക്ക് ഭൂമിയും സുഖവും ഒക്കെ ആധിപത്യവും കിട്ടും, മരിച്ചാൽ സ്വർഗം കിട്ടും. ഇങ്ങനെ ഇഹലോക ലാഭമോ പരലോക ലാഭമോ ചൂണ്ടിക്കാണിച്ച് എന്നോടൊന്നും പറയരുത്. കാരണം എന്റെ ശരീരം മുഴുവനും ചുട്ടു നീറിക്കൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് കഠിനമാണ്, ദാരുണമാണ് എന്നെ പിടിപെട്ടിട്ടുള്ള ദുഃഖം. അപ്പൊ ഈ ദുഃഖ നിർമാർജനത്തിന് അങ്ങേക്ക് വല്ലതും പറഞ്ഞു തരാനുണ്ടെങ്കിൽ പറഞ്ഞു തരൂ. അതിനാണ് ശ്രേയസ് എന്ന് പേര്. എങ്ങനെ ഈ ലോകത്തിൽ ജീവിച്ചാൽ ഒരു വിധത്തിലുള്ള ദുഃഖസ്പർശവും നമുക്ക് ഉണ്ടാവില്ലയോ അതേമാതിരി എങ്ങനെ ആയാൽ ദുഃഖസ്പർശം ഒട്ടും ഇല്ലാതെ ഇരിക്കുമോ അതേമാതിരിയുള്ള ആ ശ്രേയസ് എനിക്ക് പറഞ്ഞു തരൂ, അതാണ് ആവശ്യം എന്ന് പറഞ്ഞ് നിർത്തി. ആ വർത്തമാനം സഞ്ജയൻ വിവരിക്കുകയാണ്. ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശപരന്തവ നയോസ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ.
നിങ്ങളൊക്കെ എൻ്റെ അങ്ങോട്ട് കൂടെ വന്നാൽ എത്ര നന്നായിരുന്നു എന്നറിയോ? സഞ്ജയൻ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കുരുടനോട്. ശബ്ദം കൊണ്ടല്ലേ സമീപിക്കാൻ പറ്റുള്ളൂ. മഹാരാജാവേ, അർജുനൻ എങ്ങനെ കിടക്കണു, എവിടെ കിടക്കണു? വില്ലാളി വീരനാണ്, എത്രയോ യുദ്ധത്തിൽ ജയം സമ്പാദിച്ചിട്ടുള്ള ആളാണ്. 13 കൊല്ലം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന മഹാഭാരത യുദ്ധമാണ് വന്നിരിക്കുന്നത്. കൃഷ്ണനെ പോലെ ഒരാൾ തേരാളിയായി നിൽക്കണു. ഇങ്ങനെ എല്ലാം ഭദ്രമായി പ്രതീക്ഷാ നിർഭരമായി അങ്ങനെ നിൽക്കുമ്പോ ഏവമുക്തേശം ഗുഡാകേശപരന്തപ, ഉറക്കം പോലും ഉപേക്ഷിച്ച് മാസങ്ങളോളം ആഴ്ചകളോളം തപസ് ചെയ്യാൻ പ്രാപ്തിയുള്ള മനക്കരുത്തുള്ളവനായിരുന്നു ഈ അർജുനൻ. അങ്ങനെയുള്ള മനോബലമുള്ളവനും ബുദ്ധിബലമുള്ളവനും കായബലമുള്ളവനും അസ്ത്രശസ്ത്രബലമുള്ളവനും ആയ അർജുനൻ നയോസ്യൈതി ഗോവിന്ദം ഉക്ത്വാ, ഞാൻ ഈ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് തൂഷ്ണീം ബഭൂവഃ, മിണ്ടാതിരുന്നു. ആശ്ചര്യം, അത്യാശ്ചര്യം. അഹോ അഹോ അഹോ, അങ്ങയുടെ പുത്രൻ ദുര്യോധനൻ ചെയ്തതെന്താ, അർജുനൻ ചെയ്തതെന്താ? രണ്ടും കൂടി ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് അവസാനിച്ചില്ല. അർജുനന് വേണ്ടതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് യുദ്ധം ചെയ്യാനുള്ളതായ ധൈര്യം, ആശയ തെളിച്ചം, മനസ്സിനുള്ള ബലം, ബുദ്ധിയിൽ വേണ്ടത്ര ഇച്ഛാശക്തി, ഇത് മുഴുവനും താത്വികമായി ധാർമ്മികമായി ധർമ്മത്തിൽ നിന്ന് സ്വല്പമെങ്കിലും വ്യതിചലിക്കാതെ അമ്മയവരെ കണ്ടിട്ടും കേട്ടിട്ടും ഉള്ളതൊക്കെ സാധാരണ ധർമ്മമാണ്. ഇത് അസാധാരണവും സമഗ്രവും സമ്പൂർണവുമായിരിക്കുന്ന ഒരു ആത്മധർമ്മമാണ് ഉപദേശിച്ചത്. അമ്മയവരെ ഒരു പക്ഷേ ലോകം കാണാത്തതും കേൾക്കാത്തതുമായ ഒരു ധർമ്മോപദേശം. നമ്മുടെ ഉപനിഷത്തുകളെല്ലാം ഉപദേശിക്കുന്നത് എവിടെ വെച്ചിട്ടാ? കാട്ടിലോ കുടീരങ്ങളിലോ വെച്ചാണ്. ലോകത്തിനോട് വിട പറഞ്ഞ് വേണ്ടത്ര വൈരാഗ്യത്തോടു കൂടി ചെല്ലുന്ന ആളാണ് സാധാരണ പൃച്ഛകന്മാരോ ശിഷ്യന്മാരോ. അവർ ഏകാന്തമായ ഒരു തപസ്വിയുടെയോ ഗുരുവിന്റെ അടുത്ത് ചെന്ന് എനിക്ക് ധർമ്മം ഉപദേശിക്കൂ, ആത്മജ്ഞാനം വേണം, വൈരാഗ്യം എൻ്റെ മനസ്സിനെ വേറെ ഒന്നിലും ഇടപെടാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് യാചിക്കുന്നതാണ് അവര്. അത് വിട്ട് ഇവിടെ അതേ വൈരാഗ്യ കഥനമാണ് പടയാളിയിൽ അഗ്രഗണ്യനായിരിക്കുന്ന അർജുനൻ അവതരിപ്പിച്ചത്. എന്നിട്ട് ഞാൻ യുദ്ധം ചെയ്യില്ല എന്നൊരു ഉറപ്പോടുകൂടി അമ്പും വില്ലും താഴത്ത് വെച്ച് ഇരിപ്പായി. ഇതിലേറെ ഒരു ആശ്ചര്യം ഉണ്ടാവാനുണ്ടോ? കീഴ്ക്കട ഉണ്ടായിട്ടില്ല, ഇപ്പോഴില്ല, ഇനി ഉണ്ടാകുമോ എന്നുള്ള കാര്യവും സംശയമാണ്. അങ്ങനെ ഞങ്ങൾ ഇരുന്നപ്പോഴാണ് ആ ധർമ്മക്ഷേത്രത്തിന്റെ പ്രഭാവത്താൽ തമുവാച ഋഷികേശഃ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. ശ്രീകൃഷ്ണൻ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കാൻ തുടങ്ങിയത്. ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി അർജുനൻ കരഞ്ഞു, വല്ലാതെ വിഷമിച്ചു. മുതൂത്ത് ഇങ്ങനെ തട്ടി ഉണർത്തി, സാരമില്ല അർജുന, ഒരു ഗ്ലാസ് എന്തെങ്കിലും കുടിക്കാൻ നോക്ക്. അതൊന്നുമല്ല പറഞ്ഞത്. തമുവാച ഋഷികേശഃ പ്രഹസന്നിവ ഭാരത, ചിരിച്ചുകൊണ്ടാണ് അത്ര സംസാരിച്ചത്. അതിൽ നിന്ന് അർജുനന് മനസ്സിലായി, കൃഷ്ണൻ പറയുന്നത് എന്തും കേട്ടാൽ എനിക്ക് ഇതേമാതിരി ചിരിക്കാനും സന്തോഷത്തോടു കൂടി ഇരിക്കാനും സാധിക്കുമെന്ന്. ഇനി ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഗഹനമായിരിക്കുന്ന വളരെ വിശേഷപ്പെട്ട ആത്മ ഉപദേശമാണ്, പരമാത്മാവിൻ്റെ ഉപദേശമാണ്. നമ്മുടെ വിഷയം കുരുക്ഷേത്രം ധർമ്മക്ഷേത്രമായപ്പോൾ, കുരുക്ഷേത്രം എന്ന് പറയുന്നത് സാധാരണ ഒരു ഭൂമിയാണ്. അവിടെ പടകൾ വന്ന് അണിനിരന്നപ്പോൾ അത് ഒരു യുദ്ധഭൂമിയായി. ആ യുദ്ധഭൂമി ധർമ്മക്ഷേത്രത്തിൻ്റെ സ്വാധീനം വെളിപ്പെടുത്തിക്കൊണ്ട് എക്കാലത്തും നിലനിൽക്കുന്നതായ ഒരു ശാശ്വതമായ ധർമ്മോപദേശത്തിന് കളമൊരുക്കിയത് എപ്പോഴാണ്, എന്താണ് ഇതിൻ്റെ പിന്നിൽ എന്നായിരുന്നു നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. സാധാരണ ആ യുദ്ധം നടന്നതിനെ പറ്റി ആർക്കും അത്ര അറിയില്ല, അറിഞ്ഞാലും അതിൻ്റെ വിഷയങ്ങളൊന്നും നമ്മൾ ഗ്രഹിക്കുന്നില്ല. നേരെ മറിച്ച് കൃഷ്ണൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളതായ ആ ആത്മധർമ്മോപദേശമുണ്ടല്ലോ, അത് എക്കാലത്തും ഒരുപോലെ പ്രകാശിക്കുന്നു. പരീക്ഷിത്ത് ചെയ്ത പാപം അസ്തമിച്ചു പോയി. എന്നിട്ടോ പരീക്ഷത്തിന് ഉപദേശിച്ച ഭാഗവതം, അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള മോക്ഷം, അത് എപ്പോഴും സ്മരിക്കപ്പെട്ടിരിക്കുന്നു, അങ്ങനെ നിത്യസ്മരണീയമായി. ഇങ്ങനെയാണ് എന്ത് നല്ല കാര്യങ്ങളും ലോകത്തിൽ സർവൈവ് ചെയ്യണത്, ചിരകാലം നിലനിൽക്കുന്നത്. ഇവിടുന്ന് അങ്ങനെയുള്ള കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഇതോടുകൂടി പറഞ്ഞു നിർത്താം എന്നാണ് വിചാരിച്ചത്. സാധാരണ ഭഗവത്ഗീത ധാരാളം പറയുന്ന ഒരാളാണല്ലോ ഞാൻ. അപ്പോൾ ഇത്തവണ ഇങ്ങനെ ഒരു വിഷയം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി ഭഗവത്ഗീതയുടെ ആ
പ്രായോഗിക ബന്ധം എല്ലാം അറിയിപ്പിക്കാം എന്നായിരുന്നു ഉദ്ദേശം. തൽക്കാലം ഞാൻ നിർത്താം ഒരു ശ്ലോകം പറഞ്ഞുകൊണ്ട്. പണ്ടെങ്ങാണ്ടമ്മ കേൾപ്പിച്ചതു മുതലൊളിവായി കേറിയെന്നുള്ളിലെന്തോ വർദ്ധിച്ചു നാൾക്കുനാളായി അതതിരു കവിയാനുള്ള വാത്സല്യമായി. ഭാവത്തിൻ പാവനത്വം വഴിയരുളിയ തൻ ഭാവസമ്പാദനത്താൽ സമ്പൂർണ്ണ സ്നേഹമായിട്ടതു സതതമിതാ മുറ്റു നീ തന്നെ ഞാനായി. സമ്പൂർണ്ണ സ്നേഹമായിട്ടതു സതതമിതാ മുറ്റു നീ തന്നെ ഞാനായി. ഹരി ഹരി ഹരി. എല്ലാവരും ചേർന്ന് കണ്ണടച്ചിരിക്കുക, നിവർന്നിരിക്കൂ. ഓ ഹരി.